എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രദീപ് മുഖത്തല. നല്ലൊരു റിവിഷൻ ക്ലാസ്സുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. പരീക്ഷ ഇനി അടുത്ത ഒരുവിധം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നു എന്നറിയുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിച്ച ജോലി നേടിയെടുക്കണം. കുറേ ഫോഴ്സ് പരീക്ഷകൾ നിങ്ങളുടെ മുമ്പിലേക്കുണ്ട്. അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ കഴിഞ്ഞാൽ പിന്നെ എക്സൈസ് വരുന്നു, പിന്നെ പോലീസ് വരുന്നു, ഫയർഫോഴ്സ് വരുന്നു, പിന്നെ അങ്ങോട്ട് IRB വരും. ഇതെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന പരീക്ഷകളാണ്. ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുത്തേ പറ്റുള്ളൂ. വാശി ഉണ്ടാവുക. ഓരോ പരീക്ഷയും നിങ്ങളുടെ പരീക്ഷണങ്ങളായിരിക്കും. ചിലപ്പം കഴിഞ്ഞ പരീക്ഷയിൽ ലിസ്റ്റിൽ വന്നവരായിരിക്കും, ലിസ്റ്റിൽ അവസാനം കിടന്നവരായിരിക്കും, കഴിഞ്ഞ പരീക്ഷ ജസ്റ്റ് മിസ്സിന് ഔട്ടായവർ കാണും, പക്ഷേ തുടക്കക്കാർ കാണും. അതെല്ലാം നിങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യുക. കാരണം എത്രയും വർഷം ഇങ്ങനെ കടന്ന് പോവാതെ വീണ്ടും അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാതെ ഈ പരീക്ഷയ്ക്ക് നേടണം എന്ന രീതിയിൽ നോക്കുക. നിങ്ങൾ നോക്കട്ടെ, വലിയ കട്ട് ഓഫ് ഒന്നും അല്ല. ഇപ്പം തന്നെ കട്ട് ഓഫുകൾ കൂടി, പണ്ടത്തെ കട്ട് ഓഫ് അല്ല, പോലീസിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫുകൾ കൂടിക്കൊണ്ടിരിക്കുക. പക്ഷേ അതാരാ? നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നുണ്ട്. ടോപ്പിക്ക് ഇപ്പം കൃത്യമായിട്ട് കവർ ചെയ്യുന്ന ഒരു ലിസ്റ്റിൽ വരുന്നുണ്ട്. അതുമാത്രം നിങ്ങൾ നോക്കിയാൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കും കറണ്ട് അഫേഴ്സും നല്ല അപ്ഡേറ്റ് ആയിട്ട് നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ജോലിയിൽ കയറാം. പ്രാക്ടീസ് ഉണ്ടോ? പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ എന്നും ഞാൻ കുറേ ടോപ്പിക്ക് പഠിക്കുന്നുണ്ട്, ഒരുവിധം തീരുന്നുണ്ടല്ല. മോക്ക് ടെസ്റ്റ് ചെയ്യണം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കണം, എയും ബിയും ശരിയാണോ, എയും സിയും ശരിയാണോ, ഇങ്ങനെ കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ വീട്ടിലിരുന്ന് ചെയ്ത് ശീലിക്കുമ്പോൾ അതിലേക്ക് വരികയും നെഗറ്റീവ് കുറയുകയും ചെയ്യും. നെഗറ്റീവ് കുറയും തോറും നിങ്ങളുടെ മാർക്ക് നല്ല രീതിയിൽ സേഫ് ആവുകയും ചെയ്യും. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോഴ്സ് പരീക്ഷയിൽ പലരും പറയുന്നതാണ്, സാറേ 50 ശരിയും 20 തെറ്റും. 50 ശരിയും 20 തെറ്റും എന്ന് പറയുമ്പോൾ എത്ര മാർക്ക്? 15 തെറ്റാകുമ്പം 5 മാർക്ക് അങ്ങ് പോകും. അപ്പം 18 തെറ്റാകുമ്പോൾ 6 മാർക്കും 6.25 മാർക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് നിങ്ങൾ കഷ്ടപ്പെട്ട് എഴുതിയ മാർക്കോ. അതുകൊണ്ട് നെഗറ്റീവ് വളരെ കുറച്ചേ ചെയ്യാവൂ. ആദ്യം അറിയാവുന്നത് എഴുതി തീർത്ത് വെക്കുക. അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസറൊക്കെ നല്ല ജോലി ചെയ്യുന്നവരെയൊക്കെ എനിക്ക് അറിയാവുന്നതുമാണ്. പ്രിയപ്പെട്ട കുറേ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതേപോലെ ഞാൻ പഠിപ്പിച്ച കുറേ ഉദ്യോഗാർത്ഥികൾ, എൻട്രിയിലായാലും എൻ്റെ വീട്ടിലായാലും ഞാൻ പഠിപ്പിച്ച ഉദ്യോഗാർത്ഥികൾ, പല ജില്ലാ ജയിലുകളിലായാലും സെൻട്രൽ ജയിലിലായാലും ഇവരൊക്കെ നിൽക്കുന്നത് നമുക്ക് സന്തോഷം. അവർ പറയുന്ന ബുദ്ധിമുട്ടൊന്നും ഇല്ല സാറേ. അവിടുത്തെ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഓരോരോ കാര്യങ്ങളൊക്കെ ഒരു സമയത്തൊന്നും ഇല്ലാതിരുന്ന ഇവരൊക്കെ ഇപ്പോൾ ഉദ്യോഗസ്ഥരായി മാറിയില്ലേ. അടുത്ത തവണ നിങ്ങളായിരിക്കണം ആ യൂണിഫോമിൽ നിൽക്കേണ്ടത്. ഈ അസിസ്റ്റൻറ്റ് പ്രസൺ ഓഫീസർ പഠിച്ച പോലെ തന്നെ കട്ടയ്ക്ക് അടുത്ത എക്സൈസിന് വേണ്ടി അങ്ങ് പഠിച്ചേക്കണം. ഏതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതിൽ ചിലപ്പോൾ ഇപ്പോൾ പഠിക്കുന്നത് ചിലപ്പോൾ മുമ്പിൽ വരുന്ന പരീക്ഷയ്ക്ക് കിട്ടണമെന്നില്ല. അത് അടുത്ത പരീക്ഷയിൽ വരുന്ന ചിലപ്പം ചോദ്യമായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഒരു പരീക്ഷയിൽ കിട്ടിയില്ല എന്ന് വെച്ച് വിഷമിക്കരുത്. പിന്നെ മുമ്പിൽ വരുന്ന പരീക്ഷയ്ക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണം. സ്പെഷ്യൽ ടോപ്പിക്കുകളായാലും കൃത്യമായിട്ട് റിവിഷൻ കൊണ്ടുവന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇത് വരുമോ ഇല്ലയോ എന്ന രീതിയിൽ പഠിക്കാതിരിക്കുക. ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും 10 മാർക്കോളം നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും കാണും. അപ്പോൾ അതിനിച്ചിരി കൂടുതൽ ശ്രദ്ധിക്കുക. ഭരണഘടന, സുപ്രധാന നിയമങ്ങൾ, അതായത് മനുഷ്യാവകാശം, വനിതാ കമ്മീഷൻ, ഭരണഘടനയിലെ അറ്റോർണി ജനറൽ, അഡ്വക്കേറ്റ് ജനറൽ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ, പഞ്ചായത്ത് രാജ്, ഭരണഘടനാ ലിസ്റ്റുകൾ, ഇതെല്ലാം നിങ്ങൾ ഒന്ന് നിരീക്ഷിക്കുക. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും നിങ്ങളുടെ സ്പെഷ്യൽ ടോപ്പിക്കിൽ വരുന്ന ഒരു ഭാഗം. അപ്പോൾ 5 മാർക്ക് എന്തായാലും ആ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഓരോന്നിന്നും 5 മാർക്ക് കിട്ടാം. മനുഷ്യാവകാശ കമ്മീഷനിൽ നിന്ന് 4-5 ചോദ്യം കാണും, വിവരാവകാശ കമ്മീഷനിൽ നിന്ന് 4-5 ചോദ്യം കാണും. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇന്ന് ഞാൻ കുറച്ച് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടാണ് കൊണ്ടുവന്നത്. കേരള ജയിൽ വകുപ്പിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാനൊരു അധ്യാപകൻ, ഈ സബ്ജക്റ്റ് ബേസ് അധ്യാപകനല്ല, എന്നാലും പഴയ ചോദ്യങ്ങളുടെ അടിസ്ഥാനമാക്കി പ്രസൺ ഓഫീസറിനെ ചോദിക്കാം എന്ന രീതിയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അത് ചോദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ നോട്ടുകൾ എഴുതുന്നത്. എന്നാൽ ചോദിക്കുക അവസാന നിമിഷത്തിൽ ഒരു റിവിഷന് വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ അധ്യാപകർ നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, കറക്റ്റ് ഓർഡറിൽ പഠിക്കുകയും കൂടെ ചെയ്യുക. അവസാന ഒരു ലാപ്പിൻ്റെ ചെറിയൊരു റിവിഷൻ. ഇതെല്ലാം വരണമെന്നൊന്നുമില്ല. ജയിൽ വകുപ്പുമായി ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനുകളും മനുഷ്യാവകാശവും വിവരാവകാശവും സൈക്കോളജി പ്രീവിയസ് കുറേ ക്വസ്റ്റ്യൻ പേപ്പറുമാണ് ഇന്ന് ഞാൻ കണക്റ്റഡ് ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം നമ്മൾ ഓർത്ത് വെച്ചിരിക്കുക, മുന്നോട്ടുള്ള യാത്രകളിൽ പ്രസൺ ഓഫീസറിന് വേണ്ടി നമുക്ക് തുടങ്ങിയേ പറ്റൂ. അതിനു മുമ്പ് പഴയതൊക്കെ ഒന്ന് റിവിഷൻ നടത്തി നോക്കട്ടെ. നമുക്ക് ഇന്ന് ഞാനൊരു പാർട്ട് 1 കൊണ്ടുവന്നിരിക്കുന്നത്. 2ാം ഘട്ടം ഞാൻ കൊണ്ടുവരും, മൊത്തത്തിൽ GK റിവിഷൻ കൊണ്ടുവരാം. ഇന്ന് പാർട്ട് 1 എന്ന് പറഞ്ഞാൽ ജയിൽ വകുപ്പിലെ ചോദ്യങ്ങളും അതുപോലെ മനുഷ്യാവകാശ ചോദ്യങ്ങൾ, വിവരാവകാശ ചോദ്യങ്ങൾ, സൈക്കോളജിയിലെ കുറച്ച് ചോദ്യങ്ങൾ, ഓക്കെ, അതുമായി ബന്ധപ്പെടുന്ന. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ പഴയതൊക്കെ ഒന്ന് ഓർത്ത് നോക്കട്ടെ. അപ്പോൾ നിങ്ങൾ പഠിച്ചവരുണ്ടെങ്കിൽ കണക്ട് ചെയ്ത് പറയണേ. ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടത് ആദ്യം നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട ലോക വിപ്ലവ വർഷങ്ങളെന്ന് പറഞ്ഞേ, അതായത് രക്തരഹിത വിപ്ലവം അഥവാ മഹത്തായ വിപ്ലവം നടന്ന വർഷം 1688. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാൻ കാരണം ബോസ്റ്റൺ ടീ പാർട്ടി. ഏത് വർഷം? 1773 ബോസ്റ്റൺ ടീ പാർട്ടി. 1ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1774 2ാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1776
1775-ലുമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച പാരീസ് ഉടമ്പടി 1783. അപ്പം മഹത്തായ വിപ്ലവം 1688, ബോസ്റ്റൺ ടീ പാർട്ടി 1773, ഒന്നാം കോണ്ടിനെന്റൽ 1774, രണ്ടാം കോണ്ടിനെന്റൽ 1775, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776, അതുപോലെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അവസാനിപ്പിച്ച ഉടമ്പടി 1783. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് അമേരിക്കയിൽ ആദ്യമായി പ്രസിഡന്റ് കയറുന്നത് 1789. എന്നാൽ ഫ്രഞ്ച് വിപ്ലവം 1789 തന്നെ. അപ്പൊ അമേരിക്കയിൽ ആദ്യത്തെ പ്രസിഡന്റായി ജോർജ് വാഷിംഗ്ടൺ കയറിയതും 1789. ഫ്രഞ്ച് വിപ്ലവം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1789-ലാണ് ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയുന്നത്, അല്ലെ? 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നെപ്പോളിയൻ അവിടെ അധികാരത്തിലേറും. നെപ്പോളിയൻ അധികാരത്തിലേറിയ വർഷം ചോദിച്ചാൽ 1799 കൂടിയാണ്. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാ? വാട്ടർലൂ യുദ്ധം 1815. നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം വാട്ടർലൂ യുദ്ധം ഞാൻ പെട്ടെന്ന് കണക്ട് ചെയ്തെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 1815-ലാണ് നെപ്പോളിയൻ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുന്നത്. ഡ്യൂക്ക് ഓഫ് വെല്ലിംഗ്ടൺ അഥവാ ആർതർ വെല്ലസ്ലിയാണ് നെപ്പോളിയനെ പരാജയപ്പെടുന്നത്. സെന്റ് ഹെലേന ദ്വീപിലേക്കല്ലേ അദ്ദേഹത്തെ നാട് കടത്തുന്നത്. പിന്നെ നല്ലൊരു ചോദ്യം ഏതെന്ന് പറയുക, ചൈനീസ് വിപ്ലവം എന്ന 1911-ലാണ് ചൈനീസ് വിപ്ലവം. തൊട്ടടുത്ത വർഷമല്ലേ ചൈനയുടെ ആദ്യത്തെ പ്രസിഡന്റായി സണ്യാട്സൺ കയറുന്നത്. സണ്യാട്സൺ ചൈനയുടെ പ്രസിഡന്റ് ആയിട്ട് കയറുന്നത് 1912-ലാണ്. ദേശീയത, ജനാധിപത്യം, സോഷ്യലിസം, അല്ലെ? സണ്യാട്സന്റെ 3 ആശയങ്ങൾ ഏതൊക്കെയാണ്? ദേശീയത, ജനാധിപത്യം, സോഷ്യലിസ്റ്റം. ലോങ് മാർച്ച് നടത്തിയ ചൈനയിലെ നേതാവാരാ? മാവോ സേതൂങ്. 1934-ൽ മാവോ സേതൂങ് ആണ് ലോങ് മാർച്ച് നടത്തിയത്. ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് ഏതാ? കമ്മ്യൂണിസ്റ്റ് ജനകീയ ചൈന റിപ്പബ്ലിക് ആയത് 1949 ഒക്ടോബർ 1-നാണ്. മാവോ സേതൂങ്ങിന്റെ നേതൃത്വത്തിലല്ലേ ജനകീയ ചൈന റിപ്പബ്ലിക് ആയത്. റഷ്യൻ വിപ്ലവം ഏത് വർഷം? 1917. ഒന്നാം ലോക മഹായുദ്ധം 1914-18, രണ്ടാം ലോക മഹായുദ്ധം 1939-45. ഇത്രയാണ് വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ടത്. ഇനി ഞാൻ ഫ്രഞ്ച് വിപ്ലവത്തിലെ കുറച്ച് വേർഡുകൾ തരാം. ഏത് വിപ്ലവവുമായി ബന്ധപ്പെടുന്നു എന്ന് നോക്കാം. ബൂർബൺ രാജവംശം, വേഴ്സായ് കൊട്ടാരം, ബാസ്റ്റീൽ ജയിലിന്റെ പതനം, 3 എസ്റ്റേറ്റുകൾ. അപ്പോൾ ബൂർബൺ രാജവംശം, വേഴ്സായ് കൊട്ടാരം, ബാസ്റ്റീൽ ജയിലിന്റെ പതനം, ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ, ഇതൊക്കെ ഏത് വിപ്ലവമാണ്? ഫ്രഞ്ച് വിപ്ലവം. ഫ്രഞ്ച് വിപ്ലവത്തിൽ 3 പ്രവാചകരിലെ റൂസോ, വോൾട്ടയർ, മൊണ്ടസ്ക്യൂ. റൂസോയുടെ പ്രധാന കൃതി സോഷ്യൽ കോൺട്രാക്ട്. റൂസോയുടെ ആത്മകഥയുടെ പേര് കൺഫെഷൻസ്. റൂസോയുടെ ആത്മകഥയുടെ പേരെന്താ? കൺഫെഷൻസ്. വോൾട്ടയറിന്റെ കൃതി കാൻഡിഡ. വോൾട്ടയറിന്റെ കൃതി ഏതാണ്? കാൻഡിഡ. നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി എഴുതിയത് മൊണ്ടസ്ക്യൂ ആണ്. നിയമങ്ങളുടെ ദ സ്പിരിറ്റ് ഓഫ് ലോ, നിയമങ്ങളുടെ അന്തസത്ത എന്ന കൃതി എഴുതിയതാരാണ്? മൊണ്ടസ്ക്യൂ ആണ്. അതുപോലെ ഫ്രഞ്ച് വിപ്ലവത്തിൽ ആകർഷനായ ഇന്ത്യൻ ചക്രവർത്തിയല്ലേ ടിപ്പു സുൽത്താൻ. പൗരനായ ടിപ്പു എന്നറിയപ്പെടുന്നതും എന്ന പേര് സ്വീകരിച്ചില്ലേ? ഫ്രഞ്ചുകാരുടെ ജാക്കോബിൻ ക്ലബിൽ അംഗമായതും ആരാണ്? ടിപ്പു സുൽത്താനാണ് ഫ്രഞ്ചുകാരുടെ ജാക്കോബിൻ ക്ലബിൽ അംഗമായതും, അല്ലേ? അപ്പം നെപ്പോളിയൻ പരാജയപ്പെട്ട യുദ്ധം ഏതാ? വാട്ടർലൂ യുദ്ധം 1815. എങ്ങോട്ട് അദ്ദേഹത്തെ നാട് കടത്തുന്നത്? സെന്റ് ഹെലേന ദ്വീപിലേക്ക്. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് കേട്ടോ. ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ നമ്മുടെ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വെച്ച് ജോർജ് വാഷിംഗ്ടന്റെ കൊടുക്കുന്നതാണ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് അത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നു. അതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ 2 ശക്തികളെ ഏതൊക്കെയെന്ന് ചോദിച്ചിട്ടുണ്ട്. ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും. രണ്ടാം ലോക മഹായുദ്ധത്തിലാണ് ഏതാ? സഖ്യശക്തികളും അച്ചുതണ്ട് ശക്തികളും. സഖ്യശക്തികളും അച്ചുതണ്ട് സഖ്യകൾ ജപ്പാൻ, ജർമ്മനി, ഇറ്റലി. സഖ്യശക്തികളാകുമ്പം ഇംഗ്ലണ്ട്, ഫ്രാൻസ്, ചൈന, പിന്നെ അമേരിക്കയും കൂടെ കയറും. അവരാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തികളായിട്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബോംബുകൾ വീണത് ഹിരോഷിമയിലും നാഗസാക്കിയിലുമല്ലേ? 1945 ആഗസ്റ്റ് 6-ന് ഹിരോഷിമയിലും 1945 ഓഗസ്റ്റ് 9-ന് നാഗസാക്കിയിലും. ഹിരോഷിമയിൽ ഇട്ട ബോംബിന്റെ പേര് ലിറ്റിൽ ബോയും നാഗസാക്കിയിൽ ഇട്ട ബോംബിന്റെ പേര് ഫാറ്റ്മാൻ എന്നതാണ്, അല്ലേ? കറുപ്പ് യുദ്ധം നടന്നത് എവിടെ? കറുപ്പ് യുദ്ധം ചൈനയിൽ 1839 മുതൽ 42 വരെയാണ് കറുപ്പ് യുദ്ധം. ബോക്സർ കലാപം ചൈനയിലല്ലേ? ബോക്സർ കലാപം 1900-ൽ ചൈനയിലാണ് നടന്നത്, അല്ലേ? രക്തരൂഷിത ഞായറാഴ്ച നടന്നത് എവിടെ? അത് നമ്മുടെ റഷ്യയിലാണ്. രക്തരൂഷിത ഞായറാഴ്ച. റഷ്യൻ വിപ്ലവത്തിൽ 2 വിഭാഗക്കാരിലെ ബോൾഷെവിക്കുകളും മെൻഷെവിക്കും. ഫെബ്രുവരി വിപ്ലവം എന്നും ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നതും റഷ്യൻ വിപ്ലവം അല്ലേ? ബോൾഷെവിക്കിന്റെ നേതാവ് അലക്സാണ്ടർ കെരൻസ്കിയും
മെൻഷവിക്കിൻ്റെ നേതാവാണ് ലെനിനും നമ്മുടെ ട്രോൾസ്കിയും എന്ന് പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം റഷ്യൻ വിപ്ലവം 1917, ചൈനീസ് വിപ്ലവം 1911, ഫ്രഞ്ച് വിപ്ലവം 1789, നമ്മുടെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം 1776, രക്തരഹിത വിപ്ലവം 1688. വിപ്ലവങ്ങളുടെ ഏകദേശ വർഷങ്ങൾ അത്രയാണ്. പിന്നെ ലോക സംഘടനകൾ ഒന്ന് പഠിച്ചു വെച്ചിരിക്കണേ. ലോക സംഘടനകൾ. യുഎൻഒയുടെ ആസ്ഥാനം എവിടെ? യുഎൻഒയുടെ ആസ്ഥാനം ന്യൂയോർക്ക് 45ലാണ്. യുനെസ്കോയുടെ ആസ്ഥാനം പാരീസ് ആണ്. യുഎൻഒ ന്യൂയോർക്ക്, യുനെസ്കോ പാരീസ്. യുണിസെഫ് കുട്ടികളുടെ സംഘടന അത് ന്യൂയോർക്കിൽ തന്നെ കുട്ടികളുടെ സംഘടന. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോക വ്യാപാര സംഘടന, ലോകാരോഗ്യ സംഘടനയും ജനീവ. ലോക വ്യാപാര സംഘടനയും ലോകാരോഗ്യ സംഘടന, ലോക കാലാവസ്ഥാ സംഘടന, ഇത് മൂന്നും ജനീവയാണ് നിങ്ങൾ പറയേണ്ടത്. ലോക ബാങ്കിന്റെയും IMFന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC. ലോക ബാങ്കിന്റെയും IMFന്റെ ആസ്ഥാനം എവിടെ? വാഷിംഗ്ടൺ DC. IUCNന്റെയും WWF ഉണ്ട്, രണ്ട് പരിസ്ഥിതി സംഘടനകളാണ്. IUCNും WWFന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് നമ്മുടെ സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. സ്വിറ്റ്സർലൻഡിലെ ഗ്ലാൻഡ് ആണ്. ADB ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില, ഫിലിപ്പൈൻസിലെ മനിലയാണ്. ADBയുടെ ആസ്ഥാനം മനിലയാണ്. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ASEANന്റെ ആസ്ഥാനം ജക്കാർത്ത, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് ASEANന്റെ ആസ്ഥാനം. സാർക്കിന്റെ ആസ്ഥാനം എവിടെയാണെന്നറിയാമോ? സാർക്ക് നേപ്പാളിലെ കാഠ്മണ്ഡു. സാർക്കിന്റെ ആസ്ഥാനം എവിടെ? നേപ്പാളിലെ കാഠ്മണ്ഡു. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെ ആസ്ഥാനം ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണ്? ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. യൂറോപ്യൻ യൂണിയനും നാറ്റോയുടെയും ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലോക സംഘടനകളിൽ പ്രധാനപ്പെട്ട ഗ്രീൻ പീസ് സംഘടന ആംസ്റ്റർഡാം ആണ് ഗ്രീൻ പീസ് സംഘടനയുടെ ആസ്ഥാനം എവിടെയെന്ന്. അപ്പൊ സംഘടനകളും ആസ്ഥാനങ്ങളും ഒന്ന് പഠിച്ചു നോക്കുക. ലോക വിപ്ലവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം വരാം. അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെടുന്നതിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് വർഷങ്ങൾ ചോദിക്കാം, സംഘടനകൾ ചോദിക്കാം. വർഷങ്ങൾ ആദ്യം ഞാനൊന്ന് നോക്കാം. ബംഗാൾ വിഭജനം 1905. ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് 1911 അല്ലേ? സൂററ്റ് സ്പ്ലിറ്റ് ഏത് വർഷമാണ്? സൂററ്റ് വിഭജനം 1907 ഇവർ ഒന്നിച്ചത് 1916 ചമ്പാരൻ സത്യാഗ്രഹം 17, അഹമ്മദാബാദ് മിൽപ്പണിമുടക്കും കേദാ സത്യാഗ്രഹവും 18, ജാലിയൻ വാലാബാഗ് സമരവും റൗലക്റ്റ് സത്യാഗ്രഹവും 19, നിസ്സഹകരണ സമരം 20. ഗാന്ധിജി 3 ജനകീയ സമരങ്ങളല്ലേ നടത്തിയിട്ടുള്ളൂ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ 3 ബഹുജന പ്രക്ഷോഭങ്ങൾ: 20 നിസ്സഹകരണ സമരം, 30 നിയമലംഘന പ്രസ്ഥാനം, 42 ക്വിറ്റ് ഇന്ത്യ സമരം, 30 നിസ്സഹകരണ സമരം, 20 നിസ്സഹകരണ സമരം, 30 നിയമലംഘന സമരം, 42 ക്വിറ്റ് ഇന്ത്യ സമരമാണ് ഗാന്ധിജി നടത്തിയ 3 ജനകീയ സമരങ്ങൾ ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ ചൗരി ചൗരാ സംഭവമാണ് 1922 ചൗരി ചൗരാ സംഭവം. സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഏത് വർഷം? 23. സ്വരാജ് പാർട്ടി 23 ആരൊക്കെയാ? CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്നാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത്. ബർദോളി സത്യാഗ്രഹം ആരുടെയാ? സർദാർ പട്ടേൽ. 1928 ബർദോളി സത്യാഗ്രഹം സർദാർ പട്ടേലാണ്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷമാണ്? 28 തന്നെയാണ്. നെഹ്റു റിപ്പോർട്ട് ഏത് വർഷം? 28. ആരാ? മോത്തിലാൽ നെഹ്റുവാണ് നടത്തിയത്. അപ്പൊ നെഹ്റു റിപ്പോർട്ടും ബർദോളി സത്യാഗ്രഹവും 28. പൂർണ്ണ സ്വരാജ് പ്രമേയമല്ലേ 29. പൂർണ്ണ സ്വരാജ് പ്രമേയം ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1929 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു ആണ് പൂർണ്ണ സ്വരാജ് പ്രമേയവുമായി ബന്ധപ്പെട്ട INCയുടെ പ്രസിഡന്റ്. ജവഹർലാൽ നെഹ്റു ഏത് വർഷമാണ്? 1929 ലാഹോർ സമ്മേളനമാണ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസ്സാക്കിയത്. ഓർത്തു വെച്ചിരിക്കണേ. 30 3 സംഭവം നടന്നു. ഏതൊക്കെയാ? ഉപ്പ് സത്യാഗ്രഹം, നിയമലംഘന പ്രസ്ഥാനം, വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയതും 30 ആണ്. വട്ടമേശ സമ്മേളനങ്ങൾ തുടങ്ങിയതും 30. ഒന്നാം വട്ടമേശ സമ്മേളനം 30, 2ഉം 3ഉം ഏതാ? 31ഉം 32ഉം. ഗാന്ധിജി പങ്കെടുത്തത് 31 അല്ലേ? ഗാന്ധിജി പങ്കെടുക്കാൻ കാരണം ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ്. 31 ഗാന്ധി ഇർവിൻ ഉടമ്പടി പ്രകാരമാണ്. പിന്നെ 39 ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചത്. 42 ക്വിറ്റ് ഇന്ത്യ സമരം. 3 മിഷൻ ഇന്ത്യയിൽ വന്നിട്ടില്ലേ? 27 സൈമൺ കമ്മീഷൻ. ഇന്ത്യയിൽ എത്തിയത് 28. 42 ക്രിപ്സ് മിഷൻ, 46 ക്യാബിനറ്റ് മിഷൻ. 46 ഏതാ? ക്യാബിനറ്റ് മിഷൻ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇതെല്ലാം ഒരു ഓർഡർ ആക്കി എഴുതിക്കൊണ്ട് വരാം.
ഇപ്പം ഞാൻ ജയിൽ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇടയ്ക്ക് റിവിഷനുമായിട്ട് പറയാം, അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് റിവിഷൻ കൊണ്ടുവരാം. അല്ലെങ്കിൽ അതായിരിക്കും അടുത്ത പാർട്ട് 2 ജനറൽ GK ഫുള്ള് ഹിസ്റ്ററി, ഭരണഘടന, ജോഗ്രഫി അങ്ങനെ എഴുതിയാൽ പോരെ. ഇപ്പം നിങ്ങൾ കേട്ട് അങ്ങ് മടുത്തുകയാണ് അല്ലേ? ഞാൻ തന്നെ ഇങ്ങനെ പറയുമ്പം തന്നെ മടുത്ത. അതിന് മുമ്പ് ഈ ജയിൽ വകുപ്പിലെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ നല്ല ഡീപ്പായിട്ട് അധ്യാപകർ പഠിപ്പിച്ചത് അങ്ങ് പഠിക്കണേ. ഞാൻ കണ്ടിട്ടുള്ള PSCയുടെ പരീക്ഷയുടെ ചോദ്യ പേപ്പറിൽ നിന്ന് കണക്ട് ചെയ്ത കുറച്ചത്. ഇന്ത്യയിൽ ജയിൽ വകുപ്പ് ആരംഭിച്ചത് 1956 നവംബർ 1 അല്ലേ? കേരള സംസ്ഥാനം നിലവിൽ വന്നത് 56 നവംബർ 1, കേരള ഹൈക്കോടതി വന്നത് 56 നവംബർ 1, കേരള പോലീസ് വന്നത് 56 നവംബർ 1, കേരള ജയിൽ വകുപ്പ് വന്നത് കേരള സംസ്ഥാനം രൂപീകരിച്ചപ്പോഴാണ് 1956 കേരള ഹൈക്കോടതി വന്നത് ഡേറ്റും കേട്ടോ. അപ്പോൾ 56 നവംബർ 1 ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം പൂജപ്പുരയിലാണ് ഹൈക്കോടതിയുടെ കേരള ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം എവിടെയെന്ന്. ഇപ്പോഴത്തെ ജയിൽ വകുപ്പ് മന്ത്രി നമ്മുടെ മുഖ്യമന്ത്രി തന്നെയായ പിണറായി വിജയൻ തന്നെയാണ്. സംസ്ഥാന ജയിൽ വകുപ്പിന്റെ മേധാവി ആരാണ്? ബൽറാം കുമാർ ഉപാധ്യായ. ബൽറാം കുമാർ ഉപാധ്യായാണ് ഇപ്പോഴത്തെ ജയിൽ വകുപ്പ് മേധാവി. സംസ്ഥാന ജയിൽ വകുപ്പ് മേധാവിയുടെ സ്ഥാനം അറിയപ്പെടുന്നത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് ആൻഡ് കറക്ഷണൽ സർവീസസ് എന്നാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രിസൺസ് എന്ന് ചോദിച്ചാൽ ആരാ? ബൽറാം കുമാർ ഉപാധ്യായ. ബൽറാം നല്ലൊരു പോയിന്റാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും പഠിച്ച് അപ്പോൾ ഇപ്പോഴത്തെ മന്ത്രി ആരാണ്? ജയിൽ വകുപ്പിന്റെ മുഖ്യമന്ത്രി തന്നെയാണ്. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിൽ ഉണ്ടെന്ന് ചോദിച്ചാൽ 4 സെൻട്രൽ ജയിലാണ് ഉള്ളത്. ആദ്യം വരുന്നത് കണ്ണൂർ പള്ളിക്കുന്ന് 1861, തിരുവനന്തപുരത്ത് പൂജപ്പുരയിൽ 1886, പിന്നെ തൃശ്ശൂർ വിയ്യൂര് 1914, ഇപ്പൊ അവസാനമായിട്ട് മലപ്പുറം തവനൂര് 2022 ജൂൺ 12 എന്ത് കയറി വരുന്നു? ഒരു സെൻട്രൽ ജയിൽ വരുന്നു. അപ്പോൾ കേരളത്തിൽ എത്ര സെൻട്രൽ ജയിൽ? 4 സെൻട്രൽ ജയിലുണ്ട്. കണ്ണൂര്, തിരുവനന്തപുരം, തൃശ്ശൂര്, മലപ്പുറമാണ് സെൻട്രൽ ജയിലുകൾ എന്ന് പറയുന്നത്. 1869 കണ്ണൂര്, തിരുവനന്തപുരം പൂജപ്പുരയിൽ 86ഓടുകൂടി, തൃശ്ശൂർ വിയ്യൂർ 1914ഓടുകൂടി, മലപ്പുറം താനൂര് വന്ന ഡേറ്റ് ചോദിക്കാം 2022 ജൂൺ 12. ഓക്കെ, അത് ഞാൻ വേറെ എഴുതിയിട്ടുണ്ട്. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം പണി കഴിപ്പിച്ച ആദ്യത്തെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ തവനൂർ മലപ്പുറമാണ്. അപ്പോൾ മലപ്പുറം തവനൂരാണ് കേരള സംസ്ഥാനത്തിന് രൂപീകരണത്തിന് ശേഷം വന്ന ആദ്യ ജയിൽ. 2022 ജൂൺ 12 നമ്മുടെ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഡേറ്റ് തെറ്റരുതേ, അത് നല്ലൊരു പോയിന്റ് ആണ്. അടുത്ത ഓക്കെ, കേരളത്തിൽ ആദ്യമായി വരുന്ന ഒരു ജയില് ഇപ്പൊ കോഴിക്കോട് സബ് ജയിൽ. ഇപ്പോൾ ഇതില്ല. ആദ്യത്തെ ജയിൽ ഏതെന്ന് ചോദിച്ചാൽ കോഴിക്കോട് സബ് ജയിലാണ് ആദ്യമായി ഒരു ജയിലായിട്ട് രൂപീകരിച്ചത്. 1861 ആദ്യത്തെ സെൻട്രൽ ജയിലായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിൽ, ഗാന്ധിജി ജനിച്ച വർഷത്തിൽ തന്നെ 1869 ആദ്യത്തെ സെൻട്രൽ ജയിലായിട്ട് പറയുന്നത്. കേരളത്തിൽ ആദ്യത്തെ ഓപ്പൺ ജയിൽ ഏത്? തുറന്ന ജയിൽ എന്നൊക്കെ ചോദിക്കാമേ. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജയിൽ തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിൽ 1962 വർഷം ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് പഠിച്ചു വെച്ചിരിക്കുക. ആദ്യത്തെ ഓപ്പൺ ജയിൽ വന്ന വർഷം ചോദിക്കും. കേരളത്തിലെ ആദ്യ ഓപ്പൺ ജയിൽ 1962 തിരുവനന്തപുരം നെട്ടുകാൽ തേരിയില. അടുത്ത ഒരു പോയിന്റ് ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1990 മറന്നു പോരുത്. കേരളത്തിലെ ആദ്യ വനിതാ ജയിൽ, അത് ആദ്യത്തെ ഓപ്പൺ ജയിൽ തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിൽ, ആദ്യത്തെ വനിതാ ജയിൽ തിരുവനന്തപുരം അവിടെ നെയ്യാറ്റിൻകരയിൽ 1900. കേരളത്തിൽ ബോസ്റ്റൺ സ്കൂളുണ്ട്, അതായത് 18-21 വയസ്സിന് ഇടയിലുള്ള കുറ്റവാളികളെ പാർപ്പിക്കുന്നതല്ലേ ബോസ്റ്റൺ. അത് ഇപ്പൊ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം തൃക്കാക്കരയിലാണ്. മുമ്പ് ഇത് കണ്ണൂരാണ്. ഇപ്പൊ കറക്റ്റ് ആയിട്ട് എവിടെയെന്ന് ചോദിച്ചാൽ ബോസ്റ്റൺ സ്കൂൾ എവിടെയെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് എറണാകുളം തൃക്കാക്കരയിലാണ് ബോസ്റ്റൺ വരുന്നത്. കേരളത്തിൽ ഓപ്പൺ ജയിലുകൾ 3 എണ്ണമാണ്. കേരളത്തിലെ നല്ലൊരു പോയിന്റ്, കേരളത്തിൽ എത്ര തുറന്ന ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 എണ്ണമാണ്. 2 പുരുഷ ഓപ്പൺ ജയിലും 1 വനിതാ ഓപ്പൺ ജയിലും. പുരുഷ ഓപ്പൺ ജയിൽ തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരിയിലും, രണ്ടാമത്തത് കാസർഗോഡ് ചീമേനിയിലുമുണ്ട് കേട്ടോ. തിരുവനന്തപുരം നെട്ടുകാൽ തേരിയിൽ 1962 ഓപ്പൺ ജയിൽ വന്നു. ഈ അടുത്ത കാലത്താണ് കാസർഗോഡ് ചീമേനി 2007 വന്നു. 2007. അപ്പോൾ കേരളത്തിലെ പുരുഷ 2 ഓപ്പൺ ജയിലുകൾ ഏതൊക്കെയാണ്? തിരുവനന്തപുരത്ത് നെട്ടുകാൽ തേരിയിലും കാസർഗോഡ് ചീമേനി. നമ്മൾ പഠിച്ചിട്ടുണ്ട് GK. കാസർഗോഡ് ചീമേനി ഏതാ? കേരളത്തിലെ 2ാമത്തെ പ്രകൃതിവാതക നിലയം. കേരളത്തിലെ ഏറ്റവും പ്രധാന ആദ്യത്തത് തന്നെ പ്രകൃതിവാതക നിലയം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് എവിടെ? ചീമേനി. പിന്നെ കരിവള്ളൂർ, ഈ കാസർഗോഡ് ഒരു തോൽവിറക് സമരം നടന്നു കേട്ടിട്ടുണ്ടോ? കാസർഗോഡ്
1946 തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ചീമേനിയിലാണ്. അപ്പം രണ്ടാമത്തെ കേരളത്തിലെ തുറന്ന ജയിൽ എവിടെയാണ്? കാസർഗോഡ് ചീമേനി 2002 പഠിച്ചു വെച്ചിരിക്കണേ, അത് വർഷം കയറി ചോദിക്കാൻ പറ്റും. ഒരു വനിതാ ഓപ്പൺ ജയിലുണ്ട്, അത് തിരുവനന്തപുരം പൂജപ്പുരയിൽ തന്നെയാണ്. 2013 കൂടിയാണ് വനിതകളുടെ ഓപ്പൺ ജയിൽ. അപ്പം കേരളത്തിൽ എത്ര ഓപ്പൺ ജയിലുകളുണ്ട്? ഓപ്പൺ ജയിലുകൾ 3 എണ്ണമുണ്ട്. കേരളത്തിൽ എത്ര സെൻട്രൽ ജയിലുണ്ട്? 4 എണ്ണമാണ് കേരളത്തിൽ സെൻട്രൽ ജയിൽ. ഏതൊക്കെയാ? കണ്ണൂര്, തിരുവനന്തപുരം, തൃശ്ശൂര്, മലപ്പുറം, തവനൂരാണ്. 2022 തവനൂർ വരുന്നത്. ഓപ്പൺ ജയിൽ എവിടെയൊക്കെയാണ്? തിരുവനന്തപുരത്തും കാസർഗോഡും. പിന്നെ ഒരു വനിതാ ഓപ്പൺ ജയിൽ വരുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെയാണ്, പൂജപ്പുരയിൽ. ആത്മനിയന്ത്രണവും സാമൂഹിക ഉത്തരവാദിത്വമുള്ള നല്ല പെരുമാറ്റമുള്ള ശിക്ഷാ തടവുകാരെയാണ് ഈ ഓപ്പൺ ജയിലുകളിൽ പൊതുവെ താമസിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് എത്ര വനിതാ ജയിലുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ 3 വനിതാ ജയിലുണ്ട്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിലും തൃശ്ശൂർ വിയ്യൂരും കണ്ണൂരുമാണ് വരുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ വനിതാ ജയിൽ ആദ്യമായി വരുന്നു 1990. തൃശ്ശൂർ വിയ്യൂരും കണ്ണൂരുമാണ് ഉള്ളത്. ഇതൊക്കെ തിരിഞ്ഞു പോരുതേ, എത്ര വനിതാ ജയിൽ ഉണ്ടെന്നോ. ഇതൊക്കെ ബേസിക് ക്വസ്റ്റ്യനാണ്. സംസ്ഥാനത്ത് ആദ്യമായി ഒരു അതിസുരക്ഷാ ജയിൽ വരുന്നത് നമ്മുടെ തൃശ്ശൂർ വിയ്യൂർ ജയിലിനകത്താണ്. അതിസുരക്ഷാ ജയിൽ 2019 ജൂലൈ 3 അല്ലേ? തീവ്രവാദികളെയും ഭീകരവാദികളെയും അത്രയും അപകടകരമായ ആൾക്കാരെയൊക്കെ പാർപ്പിക്കുന്നതാണ് അതിസുരക്ഷാ ജയിൽ എന്ന് പറയുന്നത്. ജയിലിൽ ബാഗേജ് സ്കാനർ, ബയോമെട്രിക്, ഫിംഗർ പ്രിന്റ് ലോക്ക്, ഭയങ്കര സംവിധാനം, ഇഷ്ടം പോലെ സെല്ലുകൾ, ഇതെല്ലാം വരുന്നത്. അപ്പൊ അതിസുരക്ഷാ ജയിൽ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ വിയ്യൂരാണ് അതിസുരക്ഷാ ജയിൽ എന്ന് പറയുന്നത്. ജയിൽ വകുപ്പിന്റെ അധികാര ശ്രേണി ഓർഡർ ഒന്ന് പഠിച്ചേരെ. ഇന്ന ആള് കഴിഞ്ഞാൽ ഇന്ന ആള് എത്രാമത്തെ എന്ന് ചോദിക്കാം. ആദ്യത്തെ ആള് ഡയറക്ടർ ജനറൽ അല്ലേ? ജില്ലാ കറക്ഷണൽ സർവീസസ് ആണ് ആദ്യത്തെ ആൾ എന്ന് പറയുന്നത്. ജില്ലാ ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ രണ്ടാമത്തത്. സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട് എന്ന് പറയും. അദ്ദേഹത്തിന് സാമ്യമുള്ളതാണ് ഓപ്പൺ പ്രിസൺ സൂപ്രണ്ട് എന്നോ ഹൈ സെക്യൂരിറ്റി ജയിൽ സൂപ്രണ്ട്. അല്ലാത്തത് ഏത് എന്നൊരു പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പൊ സെൻട്രൽ പ്രിസൺ സൂപ്രണ്ട്, ഓപ്പൺ പ്രിസൺ സൂപ്രണ്ട്, ഹൈ സെക്യൂരിറ്റി ജയിൽ സൂപ്രണ്ട് ഒരേ സ്ഥാനമാണ്. അതുപോലെ സെൻട്രൽ ജയിൽ ജോയിന്റ് സൂപ്രണ്ട്. അപ്പൊ ജോയിന്റ് സൂപ്രണ്ടിന്റെ സ്ഥാനമാണ് ജില്ലാ ജയിൽ സൂപ്രണ്ട്, വനിതാ ജയിൽ സൂപ്രണ്ട്, തുറന്ന വനിതാ ജയിൽ സൂപ്രണ്ട്. അതൊന്ന് പഠിക്കണം. അടുത്തത് ഡെപ്യൂട്ടി സൂപ്രണ്ട്, സ്പെഷ്യൽ സബ് ജയില്, ബോസ്റ്റൽ സ്കൂള്, ഇതൊക്കെ ഡെപ്യൂട്ടി സൂപ്രണ്ടുമായി ബന്ധപ്പെടുന്നതാണ്. അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 സൂപ്രണ്ട് സബ് ജയില്, സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ, ബോസ്റ്റൽ സ്കൂള്, സ്റ്റോർ കീപ്പർ ഓപ്പൺ പ്രിസൺ. അപ്പം അസിസ്റ്റന്റ് സൂപ്പർ ഗ്രേഡ് 1 തുല്യമുള്ളത് സബ് ജയിലിലെ സൂപ്രണ്ട്, സൂപ്പർവൈസർ ഓപ്പൺ പ്രിസൺ ആൻഡ് ബോസ്റ്റൽ സ്കൂള്, സ്റ്റോർ കീപ്പർ ഓപ്പൺ പ്രിസൺ. അസിസ്റ്റന്റ് സൂപ്പർ ഗ്രേഡ് സൂപ്രണ്ട് ഗ്രേഡ് 2 വരുന്നത് പ്രിസൺ ഓഫീസർ, ഗേറ്റ് കീപ്പർ, ഇതൊക്കെ ആയിട്ട് വരും. പിന്നെ ഡെപ്യൂട്ടി ഓഫീസർ, ഇതൊക്കെയാണ്. അപ്പോൾ ആ ഒരു ഓർഡർ ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. എന്താണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറഞ്ഞാൽ? 18 വയസ്സിനും 21 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കൗമാര കുറ്റവാളികളെ പാർപ്പിക്കുന്ന സ്ഥലം. കേരളത്തിൽ ആദ്യം ഇത് വരുന്നത് എവിടാണ്? കണ്ണൂരാണ്. 1995 മുതൽ ബോസ്റ്റൽ സ്കൂളിന്റെ പ്രവർത്തനം ഇപ്പൊ എങ്ങോട്ടാണ്? തിരുവനന്തപുരം തൃക്കാക്കരയിലാണ്, അല്ല നമ്മുടെ എറണാകുളം തൃക്കാക്കരയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഏതാ? ബോസ്റ്റൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ എത്ര ജില്ലാ ജയിലുണ്ടെന്ന് വെച്ചാൽ പൊതുവെ 13, മലപ്പുറത്തില്ലെന്ന് അറിയപ്പെടുന്നത്. പൊതുവെ 13 ജില്ലാ ജയിലുകളാണ് ഉള്ളത്. സബ് ജയിലുകൾ 16, കറക്റ്റ് 15, 16 എന്നാണ് നമ്മൾ പറയുന്നത്. 16 വരുന്ന സ്പെഷ്യൽ സബ് ജയിൽ വരുന്നത് 16 ആണ്. സ്പെഷ്യൽ സബ് ജയിൽ ഏതാണ്? 16 ആണ്. അപ്പോൾ ജില്ലാ ജയിലുകൾ 13, മലപ്പുറം ജില്ലയിലെ ജില്ലാ ജയിൽ ഉൾപ്പെടുന്നില്ല എന്നാണ് പറയാറുള്ളത്. ജയിലുകളുടെ കുറ്റവാളികളെ ഉൾപ്പെടുത്തുന്നത്, ജയിലുകളിൽ കുറ്റവാളികളെ ഉൾപ്പെടുത്തുന്നത് ഒന്ന് സെൻട്രൽ ജയിലുണ്ട്, സബ് ജയിലുണ്ട്, സ്പെഷ്യൽ. നമുക്ക് നോക്കാം. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെ പാർപ്പിക്കുന്നത് സെൻട്രൽ ജയിൽ. 6 മാസം, ഈ വരി വേണേ. 6 മാസത്തിന് മുകളിൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെ പാർപ്പിക്കുക. കരുതൽ തടവുകാരെ, സൈനിക വിചാരണയിൽ ശിക്ഷിക്കപ്പെട്ടവരെ, സുരക്ഷാ കാരണങ്ങളാൽ മറ്റു ജയിലുകളിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്ന തടവുകാരെയും. അപ്പൊ സെൻട്രൽ ജയിൽ എത്ര മാസം? 6 മാസമാണ്. അടുത്തുള്ള സബ് ജയിൽ, സ്പെഷ്യൽ ജയിൽ, ജില്ലാ ജയിൽ എന്നിവിടങ്ങളിൽ തടവുകാരുടെ എണ്ണം അംഗീകൃത ശേഷിയേക്കാൾ കൂടുതലായാൽ സെൻട്രൽ ജയിലിൽ റിമാൻഡ് വിചാരണ തടവുകാരെ മാറ്റിപ്പാർപ്പിക്കുക. അപ്പൊ സെൻട്രൽ ജയിലിലെ ആൾക്കാരെ കിട്ടിയേ. അടുത്ത ജില്ലാ ജയിലിൽ 6 മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ കൂടാതെ റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്നതാണ് ജില്ലാ ജയിൽ എന്ന് പറയുന്നത്. 6 മാസം
മാസം വരെയുള്ള ശിക്ഷാ തടവുകാരെ. അടുത്തത് സ്പെഷ്യൽ സബ് ജയിൽ, 3 മാസം വരെ ശിക്ഷിക്കപ്പെട്ട തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും സ്പെഷ്യൽ സബ് ജയിൽ. സബ് ജയിൽ 1 മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെയും റിമാൻഡ് വിചാരണ തടവുകാരെയും പാർപ്പിക്കുന്ന സ്ഥലം. അപ്പൊ സ്പെഷ്യൽ സബ് ജയിലും തെറ്റിപ്പോരുതേ. സ്പെഷ്യൽ സബ് ജയിൽ 3 മാസം, സബ് ജയിൽ ചോദിച്ചാൽ 1 മാസത്തിൽ കുറയാത്ത ശിക്ഷ. ഇത് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. 2017 പുതിയൊരു ജയിൽ പരിഷ്കരണ കമ്മീഷൻ വന്നു. ഡോക്ടർ അലക്സാണ്ടർ ജേക്കബിന്റെ നേതൃത്വത്തിൽ ജയിൽ പരിഷ്കരണ കമ്മീഷൻ. അതിനു മുമ്പ് 91-93 ഒരു ജയിൽ പരിഷ്കരണ കമ്മീഷൻ ഉണ്ട്, MB ഉദയഭാനു കമ്മീഷൻ. അപ്പൊ 2017 വന്ന ജയിൽ കമ്മീഷൻ ഏതാ? അലക്സാണ്ടർ ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള ജയിൽ പരിഷ്കരണ കമ്മീഷൻ. 91-93 വന്ന കമ്മീഷൻ ഏതാണ്? MB ഉദയഭാനു കമ്മീഷനാണ്. ഒരു തടവുകാരന് പരോൾ നൽകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ആരാ നൽകേണ്ടതെന്ന് സംസ്ഥാന സർക്കാരാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു തടവുകാരന് പരോൾ നൽകേണ്ടത് ആരാണ്? മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംസ്ഥാന സർക്കാർ, അല്ല ജയിൽ സൂപ്രണ്ട് എന്നൊന്നും എഴുതി വെച്ച് കളയരുത്. പരോൾ എന്ന വാക്ക് ഫ്രഞ്ച് ഭാഷയിൽ നിന്നാണ്. പരോൾ എന്ന വാക്കിനർത്ഥം ഞാൻ വാക്കു നൽകുന്നു എന്നതാണ്. അപ്പോൾ പരോൾ എന്ന് പറയുന്നത് ഒരു ഫ്രഞ്ച് വാക്കാണ്. പരോൾ എന്ന വാക്കിനർത്ഥം ഞാൻ വാക്കു നൽകുന്നു എന്നതാണ്. പരോള് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരാ കൊടുക്കുന്നത്? മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ആരാണ് കൊടുക്കേണ്ടത്? പരോൾ കൊടുക്കുന്നത് നമ്മുടെ കേരള സർക്കാരാണ്. ഒരു തടവുകാരന് അവധി നൽകുന്നത്, ആദ്യ അവധി ഡയറക്ടർ ജനറൽ തന്നെ, DGP തന്നെ കൊടുക്കണം. പിന്നീട് വരുന്ന അവധികൾ അവിടുത്തെ ജയിൽ സൂപ്രണ്ടാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവധി നൽകുന്നത് ആർക്ക് അപേക്ഷിക്കേണ്ടത്? DGPയുടെ ഉത്തരവാദിത്തമാണ്. പിന്നീട് അദ്ദേഹത്തിന് വീണ്ടും അവധി കൊടുക്കണമെങ്കിൽ എന്താണ്? ജയിൽ സൂപ്രണ്ട് മതി. പക്ഷെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടായി, ഇയാൾ അവധിക്ക് പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവധിക്ക് അപേക്ഷിക്കേണ്ടതും അവധി പാസ്സാക്കേണ്ടതും DGP തന്നെയാണ്. അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ജയിൽ സൂപ്രണ്ട് കൊടുത്ത് പോയിക്കൊണ്ടിരുന്നാൽ മതി. കാലാവധി കഴിയുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുന്നത് ആര്? ഇങ്ങനെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടു. ജയിൽ സൂപ്രണ്ടിന്റെ ശുപാർശ പ്രകാരം സംസ്ഥാന സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനങ്ങൾക്കും വിട്ടയക്കാം. നേരിട്ടും സംസ്ഥാന സർക്കാരിന് എടുക്കാം, അല്ലെങ്കിൽ ജയിൽ സൂപ്രണ്ടിന്റെ ശുപാർശ പ്രകാരവും ഈ കാലാവധി തീരുന്നതിന് മുമ്പ് ദീർഘകാലത്തേക്ക് ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെ എന്ത് കൊടുക്കാം? മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടത്. ഈ പോയിന്റും ചോദിക്കാം. ഇത്രയാണ് ഒരു കുറച്ച് ബേസ് കിട്ടിയത്. ഉള്ളിലോട്ട് ഞാൻ ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് പാടാവും. എനിക്കും അത്രയും ഡീപ്പായിട്ട് പറയാറിഞ്ഞൂടാ. അതുകൊണ്ട് പരീക്ഷാ ചോദ്യ പേപ്പറുമായി ബന്ധപ്പെട്ട് കണക്ട്, ചിലപ്പോൾ ഇതിൽ നിന്നൊരു 2 ചോദ്യം 3 ചോദ്യം വരാം. അതുകൊണ്ട് ജയിൽ വകുപ്പിന്റെ അതൊക്കെ വായിച്ചു വെച്ചിരിക്കണേ. അടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ, ഉറപ്പായിട്ട് 5 മാർക്ക് പ്രതീക്ഷിക്കാം. ഒരുവിധം ബേസ് ചെയ്ത് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇമ്പോർട്ടൻറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ഉറപ്പായിട്ട് ഞാൻ പറയാം 5 ചോദ്യം ഉറപ്പായിരിക്കും. UN മനുഷ്യാവകാശ പ്രഖ്യാപനം, ലോകത്ത് ആദ്യത്തെ മനുഷ്യാവകാശ നിയമം എന്ന് പറയുന്നത് മാഗ്ന കാർട്ടയാണ് കേട്ടോ. മാഗ്ന കാർട്ടയാണ് ആദ്യത്തെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മാഗ്ന കാർട്ട ബ്രിട്ടനിലെ റെണ്ണി മീഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺ 2 എന്ന് പറയുന്ന രാജാവ് മാഗ്ന കാർട്ട. ഇത് ലോകത്ത് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം, തെറ്റരുത്, വെരി ഇമ്പോർട്ടൻറ്റ്. ഐക്യരാഷ്ട്ര സംഘടനയുടെ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത് 1948 ഡിസംബർ 10. 1948 ഡിസംബർ 10 മറന്നു പോരുത്. എന്നാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്? 1948 ഡിസംബർ 10. ആ ഡിസംബർ 10 എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ഡിസംബർ 10. വെരി ഇമ്പോർട്ടൻറ്റ്, ഉറപ്പായിട്ട് വരാം. ലോകത്തെ ഏറ്റവും കൂടുതൽ ഭാഷകളിൽ വിവർത്തനം ചെയ്ത ഔദ്യോഗിക രേഖയായിട്ട് പറയുന്നതും ഏതാണ്? അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക അഥവാ UN മനുഷ്യാവകാശ പ്രഖ്യാപനം. അപ്പൊ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിവർത്തനം ചെയ്ത രേഖയായിട്ട് പറയുന്നത് ഏതാണ്? മനുഷ്യാവകാശ പ്രഖ്യാപനമാണ്. എന്നാണ് UN മനുഷ്യാവകാശ പ്രഖ്യാപനം? 1948 ഡിസംബർ 10. ആ ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നു. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി കാനഡക്കാരനായ ജോൺ പീറ്റേഴ്സ് ഹംബ്രിയാണ്. UN മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ശില്പി ആരാ? കാനഡക്കാരനായ ജോൺ പീറ്റേഴ്സ് ഹംബ്രിയാണ്. എല്ലാ ജനങ്ങളുടെയും രാഷ്ട്രങ്ങളുടെയും കൈവരിക്കേണ്ട പൊതുപ്രമാണമെന്ന മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ വിശേഷിപ്പിച്ചത് UN പൊതുസഭയാണ്. ആരാണ് വിശേഷിപ്പിച്ചത്? UN പൊതുസഭയാണ് അങ്ങനെ വിശേഷിപ്പിച്ചത്. UNOയുടെ പൊതുസഭ. ഇത്രയും ഓർത്ത് വെച്ചിരിക്കുക. ഇനി നമ്മുടെ പോയിന്റിൽ
ഇന്ത്യയിലേക്ക് വരാം. ഇത് ജനറൽ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട. ഇനി ഇന്ത്യയിലേക്ക് വരാം. എന്നാണ് മനുഷ്യാവകാശ നിയമം വന്നത്? ദേശീയ മനുഷ്യാവകാശ നിയമം വന്നത് 1993 സെപ്റ്റംബർ 28. അത് കമ്മീഷനായതെന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനായത് ഒക്ടോബർ 12. രണ്ട് ഡേറ്റും പഠിച്ച് ഒന്നുകൂടെ. ദേശീയ മനുഷ്യാവകാശ നിയമം വന്നതെന്ന് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നതെന്ന് 1998 ഒക്ടോബർ 12. നല്ലൊരു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി 1993 പാരീസ് ഉടമ്പടി പ്രകാരം. മൊത്തം അധ്യായങ്ങൾ ഇതിൽ 8 എണ്ണമാണ്. മനുഷ്യാവകാശ നിയമത്തിൽ എത്ര അധ്യായങ്ങളൊന്നുണ്ടെന്ന് ചോദിച്ചാൽ 8. മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ ഉടമ്പടി UNOയുടെ 93 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഇന്ത്യയിൽ ഇങ്ങനെ രൂപീകരിക്കുന്നത്. മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം നമ്മുടെ മൗലികാവകാശമായ ഭാഗം 3 ആണ്. മൗലികാവകാശമായ ഭാഗം 3 ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ നമുക്ക് പറയേണ്ടത് 2ാമത്തെ അധ്യായമാണ്. 11 എന്നല്ല, 2 കേട്ടോ. 2 അധ്യായം, മൊത്തം 8 എണ്ണം അല്ലേ? അതിൽ 2ാം അധ്യായത്തിലാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് ചോദിച്ചാൽ 3. അപ്പൊ അധ്യായം ചോദിച്ചാൽ 2, വകുപ്പ് ചോദിച്ചാൽ 3. ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യ അവകാശത്തെ കുറിച്ച് പറയുന്നത്. ഇതിപ്പോ അങ്ങോട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു. വകുപ്പ് 2ൽ 1 മനുഷ്യ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം മനുഷ്യ അവകാശത്തെ കുറിച്ച് പറയുന്ന വകുപ്പ് എത്ര? വകുപ്പ് 2(1) D. 2(1) D. ആ പോയിന്റ് നോക്കണേ. അടുത്തത് ബേസിക്. ആസ്ഥാനം സർദാർ പട്ടേൽ ഭവൻ അഥവാ മാനവ അധികാർ ഭവൻ, ന്യൂഡൽഹി. ആപ്തവാക്യം ബൃഹദാരണ്യ ഉപനിഷത്തിൽ നിന്നെടുത്ത സർവേ ഭവന്തു സുഖിന. ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇത് സെക്രട്ടറി മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഗവൺമെന്റ് സ്ഥാപനമല്ല, സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. സ്വന്തമായിട്ട് നിൽക്കുന്ന അംഗങ്ങൾ 6 പേര്, ഒരു ചെയർപേഴ്സണും 5 സ്ഥിരാംഗങ്ങളുമാണ്. അംഗങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പ് 3ൽ 2 അപ്പം ബേസൊക്കെ ഒന്നും കൂടെ പറഞ്ഞേ. ദേശീയ മനുഷ്യാവകാശ നിയമം വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര അധ്യായങ്ങളുണ്ട്? 8 അധ്യായങ്ങൾ. ഭരണഘടനയുടെ ഏത് ഭാഗത്താണ്? ഭാഗം 3 മൗലികാവകാശത്തിലാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനത്തിന് പറയുന്ന പേര് സർദാർ പട്ടേൽ ഭവൻ അഥവാ മാനവ അധികാർ ഭവൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട്? 6 പേരാണുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഏത് തരം ബോഡിയാണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഇവരുടെ ആപ്തവാക്യം സർവേ ഭവന്തു സുഖിന എന്നതാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ 6 പേരുടെ യോഗ്യത എങ്ങനെ? ചെയർമാന്റെ യോഗ്യത, ഇത് സ്റ്റേറ്റ്മെന്റ് വരും ഉറപ്പ്. ചെയർമാന്റെ യോഗ്യത ഒന്നുകിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി മതി. കണ്ടോ, ജഡ്ജി പദവി. പുതിയ ആൾക്കാർ ശ്രദ്ധിച്ചോണേ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പദവി വഹിച്ച വ്യക്തിയായിരുന്നാൽ മതി ചെയർമാനായിട്ട്. 2ാമത്തെ വ്യക്തി എങ്ങനെ ആയിരിക്കണം? മൊത്തം 6 പേരാണ്. 2ാമത്തെ വ്യക്തി ഒന്നുകിൽ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി. 3ാമത്തെ വ്യക്തി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ഉണ്ടോ? ഇത് 3 കറക്റ്റ് ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ചീഫ് ജഡ്ജ്, സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ബാക്കി 3 പേരും എങ്ങനെയാന്ന് നോക്കേ. ബാക്കി 3 മനുഷ്യാവകാശത്തെ കുറിച്ച് പ്രായോഗിക പരിജ്ഞാനമുള്ളവരായിരിക്കണം. അതിലൊരാൾ വനിതയായിരിക്കണം. വനിത. അപ്പൊ എത്ര പേരുണ്ട്? 6 പേരാണുള്ളത്. മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ മൊത്തം 7 പേരാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. മനുഷ്യാവകാശ കമ്മീഷനിൽ താഴെ പറയുന്നതിൽ എക്സ് ഒഫിഷ്യോ അംഗമല്ലാത്തത് ആര് എന്നൊക്കെ ചോദിക്കും. 7 പേരാണ് എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ. നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്ന പ്രധാനപ്പെട്ട കമ്മീഷൻ ചെയർപേഴ്സൺ ഏതൊക്കെയാ? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി, പട്ടികവർഗം, ബാലാവകാശം, ന്യൂനപക്ഷം, പിന്നോക്ക വിഭാഗം, പിന്നെ ഒരാളും കൂടെ ഉണ്ട് ഭിന്നശേഷി വിഭാഗം. ഇത്രയും ഓർത്ത് മതി. കറക്റ്റ് 7 പേരെയും കിട്ടിയോ? അപ്പം മനുഷ്യാവകാശ കമ്മീഷനിലെ 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ്? 1 വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ, അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ, പിന്നെ ആരാണ്? പിന്നെ ഭിന്നശേഷി കമ്മീഷണർ, ചീഫ് ഇൻഫർമേഷൻ ഭിന്നശേഷിയുടെ കമ്മീഷണർ. പഠിച്ചു വെക്കണേ. ഇത് ഈ വിവരാവകാശ കമ്മീഷണർ വരരുതേ. അതുമാത്രം അതായിരിക്കും അവർ തെറ്റായത് ഏത് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ വിവരാവകാശ കമ്മീഷണർ വരുമോ? എക്സ് ഒഫിഷ്യോ കമ്മീഷനിൽ വരത്തില്ല. ഓർത്ത് വെച്ചിരിക്കണേ. 2019 ഭേദഗതി പ്രകാരം ഇവരെ കൂട്ടിച്ചേർത്തു. ഭിന്നശേഷി കമ്മീഷൻ, പിന്നോക്ക വിഭാഗ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ എന്നിവരെയും കൂടെ ഉൾപ്പെടുത്തിയത് 19 കൂടിയാണ് 7 എക്സ് ഒഫിഷ്യോ അംഗങ്ങളാവുന്നത്. മനുഷ്യാവകാശ
മനുഷ്യാവകാശ സംരക്ഷണ നിയമം 2 വർഷം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006-ലും 2019-ലും 2 വട്ടം ഭേദഗതി ചെയ്തിട്ടുണ്ട്. 2006, 2019. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനും അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റ് തന്നെയാണ്. ചെയർമാനെ അംഗങ്ങളെ നിയമിക്കേണ്ട ആരാ? പ്രസിഡന്റ്. പക്ഷേ 6 അംഗങ്ങളുടെ ശുപാർശ പ്രകാരമേ പ്രസിഡന്റിന് നിയമിക്കാൻ പറ്റൂ. ഉറപ്പ് വരുമെന്ന് ഉറപ്പ് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എഴുതി വെച്ചോ. 6 അംഗങ്ങളെ ഉറപ്പ് ഈ വരുന്ന അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. ഏതാ 6 അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? അപ്പൊ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന ശുപാർശയിലെ 6 അംഗങ്ങൾ ഏതൊക്കെ നോക്കിക്കോ. 6 അംഗങ്ങൾ. ഒന്നാമത്തെ പ്രധാനമന്ത്രി ചെയർമാൻ ആയിരിക്കും. ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇത് മറന്നുപോരുതേ. രാജ്യസഭയുടെ അധ്യക്ഷൻ വരത്തില്ല. ആരാ? രാജ്യസഭയുടെ അധ്യക്ഷൻ നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ആർക്കൊക്കെയാണ്? അപ്പൊ 7 പേര് ചേർന്നാണ്, 6 പേര് ചേർന്നാണ് തെരഞ്ഞെടുക്കുന്നത്. ആരൊക്കെയാ? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, പിന്നെ ലോകസഭയുടെ സ്പീക്കർ. ഇവർ 3 പേരെ മാറ്റി 2 പ്രതിപക്ഷ നേതാക്കന്മാർ. ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, പിന്നെ രാജ്യസഭയുടെ ആരാ? ഉപാധ്യക്ഷൻ. ഓർത്ത് വെച്ചിരിക്കണേ. കാലാവധി ഇവർക്ക് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സേ ഉള്ളൂ. ഈ കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ വയസ്സിന്റെ പ്രത്യേകത ഉണ്ടോ? 70 വയസ്സ്. 3 വർഷം കഴിഞ്ഞാൽ അംഗങ്ങളുടെ ഭരണകാലാവധി പുനർനിയമനത്തിന് അർഹമാണ്. സ്റ്റേറ്റ്മെന്റ് വന്നതാണ്. പുനർനിയമനം ഇവർക്ക് വീണ്ടും ഇരിക്കാം. ഭരണകാലാവധി കഴിഞ്ഞാൽ പക്ഷേ കേന്ദ്ര സർക്കാരിന്റെയോ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പദവികളൊന്നും വഹിക്കരുത്. ഭരണകാലാവധി കഴിഞ്ഞാൽ വേറെ പോവുകയാണെങ്കിൽ ഒരു പദവിയും വഹിക്കരുത് എന്നതാണ്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടതും തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നതും ആരാണ്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ആർക്ക്? കേന്ദ്ര സർക്കാരിന്. അല്ലാതെ പ്രസിഡന്റിനെ കൊണ്ട് കൊടുക്കരുത്. കേന്ദ്ര സർക്കാരിനാണ് വാർഷിക റിപ്പോർട്ട്. മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തീരുമാനിക്കുന്നതും കേന്ദ്ര സർക്കാർ തന്നെയാണ്. ആനുകൂല്യങ്ങളും തീരുമാനിക്കുന്നത് ദേശീയ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതൊരു വരും, ഉറപ്പായിട്ട് വരും. അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസറിന് വരുമെന്ന് പറയുന്ന ഒരു ചോദ്യമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേര് സെക്രട്ടറി ജനറൽ. കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേര് എന്താണ്? സെക്രട്ടറി ജനറൽ. കേന്ദ്ര സർക്കാരിന്റെ സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം കമ്മീഷന്റെ സെക്രട്ടറി ജനറൽ. പഠിച്ചു വെച്ചിരിക്കണേ. കാര്യനിർവഹണ ഉദ്യോഗസ്ഥന്റെ പേരെന്താ? സെക്രട്ടറി ജനറൽ എന്നതാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാന്റെ പേര് നോക്കാം. ഇനി ഇതാ ഈ ഭാഗത്ത് നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. വരും ചെയർമാന്മാരിൽ ഒരാളെങ്കിലും നിങ്ങൾക്ക് ചോദിച്ചിരിക്കും. ഈ ഭാഗത്ത് നിന്ന് പഠിച്ചേക്കണം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. രണ്ടാമത്തെ ചെയർമാൻ എം.എൻ. വെങ്കിട ചെല്ലയ്യ. ആറാമത്തെ ചെയർമാൻ മലയാളിയാണ് കെ.ജി. ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ചെയർമാൻ ആയിരുന്നത് നമ്മുടെ മലയാളി കോട്ടയംകാരനായ കെ.ജി. ബാലകൃഷ്ണൻ. കോട്ടയം തലയോലപ്പറമ്പുകാരനായ കെ.ജി. ബാലകൃഷ്ണൻ എത്രാമത്തെ ആളാണ്? 6ാമത്തെ മലയാളി. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നത് ആരാണ്? കെ.ജി. ബാലകൃഷ്ണൻ. 2010 മുതൽ 15 വരെ. ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാന്നറിയാമോ? വി രാമസുബ്രഹ്മണ്യനാണ്. അപ്പോൾ ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യമാണ്. അപ്പൊ നിലവിൽ 14ാമത്തെ വ്യക്തിയാണ് വി രാമസുബ്രഹ്മണ്യമാണ്. ഇനി വേറൊരു വ്യക്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഏതാണ്ട് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു പണ്ടായിരുന്നത്. 2019 ഭേദഗതി പ്രകാരം സുപ്രീം കോടതി ജഡ്ജിക്കും ഇരിക്കാന്നായല്ലോ, ചെയർമാൻ ആയിട്ട് ഇരിക്കാലോ. എന്താ നമ്മളെ ചെയർമാന്റെ യോഗ്യത പറഞ്ഞ? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ജഡ്ജി എന്നല്ലേ. അങ്ങനെ ആദ്യമായിട്ട് ഒരു സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അരുൺ കുമാർ മിശ്രയാണ് എഴുതേണ്ടത്. ആരെയാണ്? അരുൺ കുമാർ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് അംഗമാകുന്ന ആദ്യ മലയാളി നമ്മുടെ ഫാത്തിമ ബീബി. പത്തനംതിട്ടക്കാരിയായ ഫാത്തിമ ബീബിയാണ് അംഗമാകുന്നത്. 6 അംഗങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചെയർമാൻ ആകുന്നത് കെ.ജി. ബാലകൃഷ്ണൻ. അംഗമാകുന്ന ആദ്യ മലയാളി ആരാണ്? ഫാത്തിമ ബീബി. നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് പഠിച്ചു വെച്ചിരിക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് 2-3 ചോദ്യങ്ങൾ കണ്ട് ഒന്ന് പഠിച്ചേരെ. എന്നാണ് ഭേദഗതി അവസാനം? 2019 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമം ഭേദഗതി ചെയ്തത്. ലോകസഭ പാസ്സാക്കിയത് 2019 ജൂലൈ 19. ജൂലൈ 22 രാജ്യസഭ, ജൂലൈ 27 കൂടി രാഷ്ട്രപതി ഒപ്പുവെക്കുന്നു. ഇത് നിയമം പ്രാബല്യത്തിൽ വരുന്നത് 2019 ഓഗസ്റ്റ് 2. 2019 ഓഗസ്റ്റ് 2. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് വായിച്ചേരെ.
അടുത്ത നോക്കെ, ഭേദഗതിയിൽ എന്തൊക്കെ പുതിയ ഭേദഗതിയിൽ വന്ന മാറ്റങ്ങൾ നോക്കെ. ചെയർമാന്റെ യോഗ്യത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് എന്ന് കൂടാതെ ചീഫ് ജഡ്ജ് എന്നാക്കി, ജസ്റ്റിസിനെ കൂടാതെ. രണ്ടാമത്തെ നോക്കെ, ഒരംഗത്തിന്റെ യോഗ്യത ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജഡ്ജ് എന്ന പദവിയാക്കി. കാലാവധി 5 വർഷത്തിൽ നിന്നും 3 വർഷമായി കുറച്ചു. കാലാവധി എത്രയാണ്? 5 വർഷത്തിൽ നിന്നും 3 വർഷമായിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത പ്രധാന അധ്യായങ്ങൾ. അധ്യായം 2 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം 2. ദേശീയ മനുഷ്യാവകാശ നിയമത്തിലെ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന നിയമം സെക്ഷൻ 2(1)(a) ആണ്. കണ്ടോ, ഇത് ചോദിക്കാം. മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന സെക്ഷൻ എത്ര? 2(1)(a). മനുഷ്യ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് 2(1)(d) ആണ്. മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2(1)(d) ആണ്. അധ്യായം 3 കമ്മീഷന്റെ ചുമതല. അധ്യായം 2 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നത് അധ്യായം 5 അധ്യായം 7 അവരുടെ ഫിനാൻസ്, അക്കൗണ്ട്, ഓഡിറ്റ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് അധ്യായം 7 വകുപ്പും കൂടെ ഒന്ന് നോക്കിയേരെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കാൻ കാരണമായ വകുപ്പ് അഥവാ സെക്ഷൻ 3. കമ്മീഷൻ ചെയർപേഴ്സൺ അംഗങ്ങളെ നിയമിക്കുന്നത് വകുപ്പ് 4. അംഗങ്ങളെ നീക്കം ചെയ്യുന്ന വകുപ്പ് 5. അംഗങ്ങളുടെ ചുമതല അധികാരം വകുപ്പ് 12 മുതൽ 16 വരെ. ചുമതലകൾ വകുപ്പ് 12 തുടങ്ങുന്നത്. ചുമതലകളും അധികാരങ്ങളും 12 മുതൽ 16 വരെയാണ്. പരാതികളിലുള്ള അന്വേഷണം വകുപ്പ് 13. അന്വേഷണം വകുപ്പ് 14. പരാതികളിലെ അന്വേഷണത്തിന്റെ വിചാരണ എന്ന് ചോദിച്ചാൽ 13. അന്വേഷണം ചോദിച്ചാൽ 14. വാർഷിക റിപ്പോർട്ട് 20. അടുത്തത് നോക്കാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് വകുപ്പ് 21 പ്രകാരം. അതിലെ അംഗങ്ങളെ നിയമിക്കുന്നത് 22 പ്രകാരം. അംഗങ്ങൾ രാജിക്കത്ത് കൊടുക്കേണ്ടത് 23 പ്രകാരം. മനുഷ്യാവകാശങ്ങളുടെ കോടതികളെ കുറിച്ച് പറയുന്നത് വകുപ്പ് 30. 2-3 തവണ ഇന്ന് പ്രധാനപ്പെട്ട തിരിച്ചും മറിച്ചും ഒക്കെ ഒന്ന് നോക്ക്. ചിലപ്പോൾ ഒരു ചോദ്യം ഒരെണ്ണം അങ്ങനെ ഈ ഭാഗത്തുനിന്ന് വരൂ, ഒന്ന് ചോദിച്ചാലോ ഈ ചിലപ്പോൾ വകുപ്പ്. അതുകൊണ്ടാണ്. ഇനി ഇതാണ്ട് മെയിൻ ചോദ്യം. ഇതിൽ നിന്നും 2 ചോദ്യങ്ങളുണ്ടാകും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കേന്ദ്രമാണ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. എന്നാൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചു വെക്കുക. നിലവിൽ വരാൻ കാരണമായത് ഇന്ത്യയിലെ 1993 മനുഷ്യാവകാശ നിയമപ്രകാരമാണ്. എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വന്നത്? 98 ഡിസംബർ 11. ഡേറ്റ് തെറ്റരുത്. ഇന്ത്യയിൽ എന്നാ വന്നത്? 93 ഒക്ടോബർ 12 ഈ സംസ്ഥാനത്ത് വന്നത് 98 ഡിസംബർ 11. തിരുവനന്തപുരമാണ് ആസ്ഥാനം. ഇവിടെ 3 പേരാണ്. അംഗങ്ങൾ എത്ര പേരാണ്? 3 പേരാണ്. യോഗ്യത ചെയർമാൻ, ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഓർ ചീഫ് ജഡ്ജ് ആയിരുന്നാൽ മതി. അപ്പൊ സംസ്ഥാനത്തിന്റെ യോഗ്യത ഏതാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യത ഒന്നുകിൽ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി എന്താക്കി മാറ്റി? ചീഫ് ജഡ്ജ് ആയിരുന്നാൽ മതി. ഓക്കെ, അടുത്തത് രണ്ടാമത്തെ അംഗം ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നതോ അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷം ആ സ്ഥാനത്ത് ഏതെങ്കിലും ജില്ലാ ആസ്ഥാനത്ത് ജില്ലാ ജഡ്ജി എന്ന നിലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഈ വരി ശ്രദ്ധിക്കണേ. അപ്പം മൊത്തം 3 പേരിൽ ഒരാളുടെ യോഗ്യത പഠിച്ചു. രണ്ടാമത്തെ ആളുടെ യോഗ്യത ഹൈക്കോടതി ജഡ്ജി ആവാം, അല്ലെങ്കിൽ കുറഞ്ഞത് 7 വർഷമെങ്കിലും ഒരു ജില്ലാ ജഡ്ജി ആയിട്ട് ചുമതലയിൽ പ്രവർത്തിച്ച ആളാണ്. മൂന്നാമത്തെ ആള് മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക പരിജ്ഞാനമുള്ള ഒരു വ്യക്തിയായിരിക്കണം. മൂന്നാമത്തെ ആൾ എന്ന് പറയുന്നത്. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടത് ഗവർണർക്ക്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ മറ്റ് അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ഇത് പഠിച്ചു വെച്ചിരിക്കണേ. ഉറപ്പ് പ്രിസൺ ഓഫീസർ പരീക്ഷയിൽ ഈ ഒരു ചോദ്യം കയറി വരാം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് ചെയർപേഴ്സൺ എപ്പോഴും മുഖ്യമന്ത്രി ആയിരിക്കും. നിയമസഭാ സ്പീക്കർ ഉണ്ടായിരിക്കണം. പിന്നെ ഒരു മന്ത്രിയായ ആഭ്യന്തരമന്ത്രി ഉണ്ടായിരിക്കണം. നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം. ആരൊക്കെയാണ്? മുഖ്യമന്ത്രി ചെയർപേഴ്സൺ ആകണം. ചെയർപേഴ്സണായ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ, നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ്. ഇത്രയാണ് ഉണ്ടാവുള്ളത്. അത് നമ്മുടെ കേരളം ആയതുകൊണ്ടാണ് ഇവർ 4 പേര്. അല്ലാതെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നവരുണ്ടല്ലോ. ഒരു സംസ്ഥാനത്ത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്ന ദ്വിമണ്ഡല സഭയുണ്ടല്ലോ. അപ്പൊ അവിടെ ആ സമിതിയുടെ ചെയർമാനും ആ സമിതിയുടെ പ്രതിപക്ഷ നേതാവും ഇതിൽ ഉൾപ്പെടണേ. അങ്ങനെയും കൂടെ കാണാൻ എടുത്ത സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാലോ. ദ്വിമണ്ഡല സഭയുള്ള സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കുമ്പോൾ ഇവർ 2 പേരും കൂടെ വേണം. അവിടുത്തെ ആരാണ്? ആ സമിതിയുടെ ചെയർമാനും ആ സമിതിയുടെ പ്രതിപക്ഷ നേതാവും കയറി വരണം. കൂടാതെ സംസ്ഥാനത്തിലെ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചിച്ച ശേഷമല്ലാതെ ഒരു ഹൈക്കോടതിയിലെ സിറ്റിംഗ് ജഡ്ജിയോ സിറ്റിംഗ് ജില്ലാ ജഡ്ജിയോ നിയമിക്കാൻ പാടില്ല. ചിലപ്പോൾ ഇപ്പം നിലവിൽ ഇരിക്കുന്ന ഒരാളെ കൊണ്ടുവരണമെങ്കിൽ പിന്നെ എന്തൊരു ചോദ്യം വേണം? അവിടുത്തെ സംസ്ഥാനത്തിലെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചിട്ട്
ഇവരെ അനുവാദം ചോദിച്ചിട്ട് എടുക്കാൻ പറ്റൂ. അതുപോലെ സുപ്രീം കോടതിയുടെ കാര്യത്തിലും അങ്ങനെയാണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോട് ചോദിച്ചിട്ട് നിലവിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിറ്റിംഗ് ജഡ്ജിയെ എടുക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു പോയിന്റ് ഒന്ന് നോക്കിയേക്കണേ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടോ, സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി. ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു? സെക്രട്ടറി ജനറൽ. കേരളത്തിൽ എത്രയുള്ളൂ? സെക്രട്ടറി എന്ന് പറഞ്ഞാൽ മതി കേരളത്തിൽ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് പോലീസ് ഇൻസ്പെക്ടർ ജനറൽ റാങ്കിൽ കുറയാത്ത ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. ചെയർമാൻമാർ പ്രധാനമായിട്ട് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ജസ്റ്റിസ് MM പരീദ് പിള്ള. ഇന്ത്യയിൽ ആരായിരുന്നു? ഇന്ത്യയിൽ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. അപ്പം സംസ്ഥാനത്തെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? MM പരീദ് പിള്ളയാണ് ആദ്യത്തത്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. അംഗങ്ങൾ K ബൈജുനാഥ്, VK ബീനാകുമാരിയും ആണ് അംഗങ്ങൾ എന്ന് പറയുന്നത്. അലക്സാണ്ടർ തോമസ് മാറാറായി. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 5 വകുപ്പ് 21 മുതൽ 29 വരെയാണ്. മനുഷ്യാവകാശ കമ്മീഷൻ 21, കമ്മീഷൻ അംഗങ്ങളുടെ നിയമനം 22, രാജിക്കത്തും നീക്കം ചെയ്യലും 23, കാലാവധി 24, വാർഷിക റിപ്പോർട്ട് 28, മനുഷ്യാവകാശ കോടതികളെ കുറിച്ച് പറയുന്നത് 30, ഫിനാൻസ് അക്കൗണ്ട് ആഡിറ്റിനെ കുറിച്ച് പറയുന്നത് 32 മുതൽ 35 വരെ. ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചേക്കണേ അത്. ഇനി വിവരാവകാശ കമ്മീഷൻ നോക്കാം. വലിയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് 5 മാർക്ക് ഉറപ്പിക്കും ഒരു സെക്ഷനാണ് വിവരാവകാശ കമ്മീഷൻ. ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ കമ്മീഷൻ പാസ്സാക്കിയത്, വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിലാണ്. 1997 തമിഴ്നാട്ടിലാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വിവരാവകാശ നിയമം വരുന്നത്. വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. വിവരാവകാശ കമ്മീഷന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് 2002 ആണ്. നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. ഇന്ത്യയിൽ വിവരാവകാശ നിയമത്തിനായി ജനകീയ പ്രചാരണം, ഇങ്ങനൊരു നിയമം കൊണ്ടുവരണമെന്ന് പറഞ്ഞത് രാജസ്ഥാൻ സംഘടനയായ മസ്തൂർ കിസാൻ ശക്തി സംഘത് 1990 രൂപീകരിച്ച ഒരു സംഘടനയായത്. 1990 അരുണ റോയിയുടെ സംഘടനയായ മസ്തൂർ കിസാൻ ശക്തി സംഘത് വഴിയാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? വിവരാവകാശ നിയമം വരുന്നത്. ഇന്ത്യയിൽ വിവരാവകാശ നിയമം എന്ന ആശയം കൊണ്ടുവന്നത് VP സിംഗ് ആയിരുന്നു. പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ് 90 ഇങ്ങനൊരു ആശയം കൊണ്ടുവരുന്നത്. വിവരാവകാശ നിയമത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയത് PV സാവന്താണ്. അപ്പോൾ ഇന്ത്യയിൽ ആശയം കൊണ്ടുവരുന്നത് പ്രധാനമന്ത്രിയായ VP സിംഗ്, ഇതിന്റെ കരട് രൂപം ആദ്യമായിട്ട് തയ്യാറാക്കുന്നത് ജസ്റ്റിസ് PV സാവന്താണ്. 2005 നിയമപ്രകാരം ആദ്യമായി വിവരാവകാശ നിയമം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനവും രാജസ്ഥാനിലാണ്. ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം വരുന്നത് സ്വീഡനിലാണ്. ലോകത്ത് ആദ്യമായിട്ട്. ഇന്ത്യയിൽ തമിഴ്നാടിൽ വിവരാവകാശ കമ്മീഷൻ വന്നതിന് ശേഷം നമുക്ക് ആദ്യം വരുന്നത്, നിയമം വന്നിട്ട് വരുന്നത് രാജസ്ഥാനിലാണ്. വിവരാവകാശത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശ ആർട്ടിക്കിൾ 2 എണ്ണമാണ്. ആർട്ടിക്കിൾ 19(1)A ഉണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യവും. 21 ആർട്ടിക്കിൾ 21 വിവരാവകാശത്തെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ആർട്ടിക്കിൾ 19(1)A ഉണ്ട്. 19(1)A എന്താ? അഭിപ്രായ സ്വാതന്ത്ര്യം, വിവരാവകാശം എന്നൊക്കെ ചോദിച്ചാൽ 19(1)A അല്ലേ. പിന്നെ ആർട്ടിക്കിൾ 21 നമ്മുടെ വിവരാവകാശവുമായി ജീവനും വ്യക്തി സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെടുന്നു എന്ന് പറയാം. ഇതിന്റെ ഒരു വിശേഷണം കണ്ടോ? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേത്? ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമേതാ? വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം നമുക്ക് മെയിൻ കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിലേക്ക് വരുമ്പോൾ ലോകസഭ പാസ്സാക്കിയത് 2005 മെയ് 11, രാജ്യസഭ മെയ് 12 രാഷ്ട്രപതി ഒപ്പുവെച്ചത് ജൂൺ 15. ഇതാ വെരി ഇമ്പോർട്ടൻറ്റ്. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന് 2005 ഒക്ടോബർ 12. വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്ന 2005 ഒക്ടോബർ 12. നമ്മൾ ഒരു ഒക്ടോബർ 12 നേരത്തെ എന്താ പഠിച്ചത്? മനുഷ്യാവകാശ കമ്മീഷൻ വന്നതെന്ന് 1993 ഒക്ടോബർ 12. അതും ഒക്ടോബർ 12, ഇതും ഒക്ടോബർ 12. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നു. വിവരാവകാശ കമ്മീഷൻ വരുന്നത് 2005 ഒക്ടോബർ 12. ഇത് കൊണ്ടുവരുമ്പം നിലവിൽ വരുമ്പം ഇന്ത്യയുടെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം ആണ്. ഇന്ത്യയിൽ വിവരാവകാശ കമ്മീഷൻ കൊണ്ടുവരുന്നത് APJ അബ്ദുൽ കലാമും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ കാലഘട്ടമായിരുന്നു. വിവരാവകാശ നിയമം നടപ്പിലാക്കുന്ന 55ാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യയിൽ വിവരാവകാശത്തിന്
പ്രാധാന്യം നൽകിയ ആദ്യത്തെ കേസ് രാജ് നാരായണനും സ്റ്റേറ്റ് ഓഫ് യു പി 1975 രാജ് നാരായൺ VS സ്റ്റേറ്റ് ഓഫ് UPയുടെ കേസാണ് ഇന്ത്യയിലെ വിവരാവകാശത്തിന് പ്രാധാന്യമായി വന്ന കേസ് ഏത് എന്ന് ചോദിച്ചാൽ വിവരാവകാശ നിയമത്തിൽ അധ്യായങ്ങൾ 6, വകുപ്പുകൾ 31, പട്ടികകൾ 2. പഠിച്ചു വെച്ചിരിക്കണേ. അധ്യായങ്ങൾ 6, വകുപ്പുകൾ 31, പട്ടികകൾ 2 വിവരാവകാശ നിയമത്തിൽ. ദേശീയ വിവരാവകാശ കമ്മീഷൻ വന്നത് 2005 ഒക്ടോബർ 12. ആസ്ഥാനത്തിന് പറയുന്ന പേര് CIC ഭവൻ, സെൻട്രൽ CIC ഭവൻ, ന്യൂഡൽഹി. ആദ്യകാല നാമം ഈ CIC ഭവന് ഇപ്പോഴാണ്, ഈ അടുത്ത കാലത്താണ് ഇതിന്റെ ആസ്ഥാനം CIC ഭവൻ ആക്കിയത്. ഇതിന്റെ ആദ്യകാല നാമം ആഗസ്റ്റ് ക്രാന്തി ഭവൻ, ന്യൂഡൽഹി എന്നായിരുന്നു. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം ചോദിച്ചാൽ 3, വകുപ്പ് ചോദിച്ചാൽ 12. അധ്യായം ചോദിച്ചാൽ 3, വകുപ്പ് ചോദിച്ചാൽ 12. അംഗങ്ങൾ 11 പേരുണ്ട്. വിവരാവകാശ കമ്മീഷനിൽ എത്ര പേരുണ്ട്? 11. കാലാവധി 3 വർഷമാക്കി കുറച്ചു. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിനാണ്. ശമ്പളം, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ ശമ്പളം എന്ന് ചോദിച്ചാൽ 2,50,000. മുഖ്യ വിവരാവകാശ കമ്മീഷൻ അല്ലാതെ ബാക്കി അംഗങ്ങളുടെ ശമ്പളം 2,25,000 രൂപയാണ്. 2,25,000. ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഒക്കെ തീരുമാനിക്കുന്നത് ആരാ? കേന്ദ്ര സർക്കാരിനാണ്. അപ്പോൾ വിവരാവകാശ കമ്മീഷനിൽ മൊത്തം 11 പേരുണ്ടായിരുന്നു. കാലാവധി 3 വർഷമാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് കേന്ദ്ര സർക്കാരിന് തന്നെയാണ്. മനുഷ്യാവകാശ കമ്മീഷന്റെയും കേന്ദ്ര സർക്കാരിനാണ് കൊടുക്കേണ്ടത്. ശമ്പളവും തീരുമാനിക്കുന്നത് ചെയർമാന്. ആദ്യത്തെ ആൾക്ക് ഉയർന്ന ആൾക്ക് 2,50,000, മറ്റേ ആൾക്ക് അംഗങ്ങൾക്ക് 2,25. അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടതൊക്കെ പ്രസിഡന്റാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷൻ മറ്റ് അംഗങ്ങളെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇത് ഉറപ്പായിട്ട് പ്രസിഡന്റ് ഓഫീസറിന് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണെങ്കിലും ആ ശുപാർശ കൊടുക്കുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ? പ്രധാനമന്ത്രി അധ്യക്ഷൻ, ലോകസഭാ പ്രതിപക്ഷ നേതാവും പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടാവണം. കേട്ടല്ലോ. മറ്റേടത്ത് ആരൊക്കെയാ? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആരൊക്കെയായിരുന്നു? പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, ലോകസഭാ സ്പീക്കർ, ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ. ഇവിടെ ആര് മതി? പ്രധാനമന്ത്രി, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി മാത്രം മതി. അടുത്തത് വിവരാവകാശ നിയമം ഭേദഗതി 2019 ചെയ്തു. ജൂലൈ 22 ലോകസഭ, രാജ്യസഭ ജൂലൈ 25, ഓഗസ്റ്റ് 1 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. ലോകസഭയിൽ ബില്ല് അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗ് ആണ്. ഭേദഗതി ചെയ്ത സെക്ഷനുകൾ 13, 16, 27 ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ചെയർമാൻ, ഓക്കെ, ഇമ്പോർട്ടൻറ്റ്, ഉറപ്പായിട്ട് വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഈ ചെയർമാൻമാരിൽ ഒരാൾ വന്നിരിക്കും. ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആര്? വജാഹത്ത് ഹബീബുള്ള. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാ? വജാഹത്ത് ഹബീബുള്ളയാണ്. രണ്ടാമത്തെ വ്യക്തി AN തിവാരിയാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വ്യക്തി AN തിവാരി. മുഖ്യ വിവരാവകാശ കമ്മീഷണറാവുന്ന ആദ്യത്തെ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത സുഷമ്മ സിംഗ്. ആദ്യത്തെ വനിത ദീപക് സന്ധു, രണ്ടാമത്തെ വനിത ആരാ? സുഷമ്മ സിംഗ് ആണ്. നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ രാജ്കുമാർ ഗോയലാണ്. 14ാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തേത് ഹീരാലാൽ സമരിയെ മാറിയിട്ട് രാജ്കുമാർ ഗോയലാണ് ഇപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ. വരാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ്. രാജ്കുമാർ ഗോയലാണ്. രാജ്കുമാർ ഗോയൽ അധ്യക്ഷനായ മുഖ്യ വിവരാവകാശ കമ്മീഷനിൽ ഒരു മലയാളിയുണ്ട്. അയാളുടെ പേര് PR രമേശ്. മറന്നുപോലെ അദ്ദേഹത്തിന്റെ പേരെന്താ? അപ്പൊ ഈ വിവരാവകാശ കമ്മീഷനിലെ ഇപ്പൊ ചെയർമാൻമാർ അംഗമായിരിക്കുന്നതിൽ ഒരു മലയാളി അംഗമുണ്ട്. PR രമേശ് ആണ്. ഓർത്തു വെച്ചിരിക്കുക. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനെയും കമ്മീഷൻ അംഗങ്ങളെയും താഴെ പറയുന്ന കാര്യങ്ങളുമായി ഉൾപ്പെടരുത്. പാർലമെന്റിലെ അംഗമാകരുത് അവർ, നിയമസഭ അംഗമാകരുത്, ഏതെങ്കിലും ആദായകരമായ ഒരു ഉദ്യോഗവും വഹിക്കരുത്. ഇത് മൂന്നും അവർ ചെയ്തുകൂടാ. ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ അപേക്ഷ നൽകിയത് ഷാഹിദ് റാസ ബർണോയ്. പൂന പോലീസ് സ്റ്റേഷനിലാണ് ആദ്യമായി ഒരു കേസ് കൊടുക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: പൊതു അധികാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ഉത്തരവാദിത്വവും സുതാര്യതയും ഉറപ്പുവരുത്തുക, സർക്കാരുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുക, അഴിമതി നിർമ്മാർജ്ജനം ചെയ്യുക, ഭരണാധികാരികൾക്കും ജനങ്ങളോടുള്ള പ്രതിബദ്ധത ഉറപ്പുവരുത്തുക. ഇതാണ് 4 ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഒരു പൗരന് വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് പരാതി കൊടുക്കേണ്ടത്. വിവരാവകാശത്തെ കുറിച്ച് പരാമർശിക്കുന്ന നിയമത്തിലെ വകുപ്പ് 2-ൽ 1.
അപ്പം വിവരാവകാശത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് എത്ര? വകുപ്പ് 2-ൽ 1. ആർക്കാണ് വിവരം ലഭിക്കാൻ അപേക്ഷ കൊടുക്കേണ്ടത്? നമ്മൾ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അഥവാ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ ആണ്. വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത് എത്ര വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളാണ്? അപേക്ഷിക്കുന്ന തീയതി മുതൽ 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, കണ്ടോ, 20 വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ് വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. പുതിയത് നോക്കുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ പ്രൈസ് 10 രൂപയാണ്. A4 സൈസ് പേപ്പറിന് വിവരം ലഭിക്കാനുള്ളത് പേജ് 1-ന് 3 രൂപ. CD-യിലോ ഫ്ലോപ്പി ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി വിവരം ലഭിക്കാൻ 75 രൂപ. വിവരം നേരിട്ട് പരിശോധിക്കുന്നതിനും ആദ്യ 1 മണിക്കൂർ സൗജന്യമായിരിക്കും. തുടർന്നുള്ള ഓരോ മിനിറ്റ് 10 രൂപ വീതം അടയ്ക്കേണ്ടതാണ്. വിവരാവകാശ അപേക്ഷ തീർപ്പാക്കുന്ന പ്രതിപാദിക്കുന്ന സെക്ഷൻ 7 പബ്ലിക് ഇൻഫർമേഷനുടെ ഓഫീസർ മറുപടി നൽകേണ്ടത് അവധി ദിനങ്ങൾ ഉൾപ്പെടെ 30 ദിവസത്തിനകത്ത്. അപ്പോൾ നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മറുപടി നൽകേണ്ടത് അവധി ദിനങ്ങൾ ഉൾപ്പെടെ 30 ദിവസത്തിനകത്ത്. അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപേക്ഷയുടെ മറുപടി നൽകേണ്ടത് 35 ദിവസത്തിനുള്ളിൽ. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വരും, നിങ്ങൾക്ക് ഉറപ്പായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ. ഒരു വ്യക്തിയുടെ ജീവനോ സ്വത്തിനും സ്വാതന്ത്ര്യത്തിനോ ബാധിക്കുന്ന വിവരങ്ങളാണെങ്കിൽ എത്ര? 48 മണിക്കൂറിനുള്ളിൽ മറുപടി കൊടുക്കണം. അപേക്ഷ മറ്റൊരു വിവരാധികാരിക്ക് കൈമാറാനുള്ള സമയപരിധി 5 ദിവസമാണ്. മൂന്നാം കക്ഷിയുടെ വിവരം ഉൾപ്പെടുന്ന അപേക്ഷയാണെങ്കിൽ മറുപടി ലഭിക്കാൻ 40 ദിവസമാണ് വേണ്ടത്. ചുമയാണ്, ഒട്ടും വയ്യാത്തത് കൊണ്ടാണ്. വിവരാവകാശ നിയമം 2005 പ്രകാരം അപേക്ഷകന് ഫീസ് ഇല്ലാതെ നൽകപ്പെടുന്നത് ആർക്കൊക്കെ? അപേക്ഷകൻ ഒരു VPL വ്യക്തിയാണെങ്കിൽ ഫീസ് അടയ്ക്കേണ്ട. അപേക്ഷ നൽകി 30 ദിവസത്തിനുള്ളിൽ ഒരു പൊതു അതോറിറ്റി വിവരം നൽകുന്നതിൽ പരാജയപ്പെട്ടാലും നമ്മൾ ഫീസ് അടയ്ക്കേണ്ട എന്ന് പറയുന്നതും ആ പോയിന്റ്. അപ്പീൽ നൽകേണ്ടത്, അപ്പീൽ കൊടുക്കണമല്ലോ. ഇത് കിട്ടിയതിന് ശേഷം എന്തെങ്കിലും അപ്പീൽ കൊടുക്കണമെങ്കിൽ മറുപടി ലഭിച്ച് അല്ലെങ്കിൽ മറുപടി ലഭിക്കേണ്ട സമയപരിധി അവസാനിപ്പിച്ച് 30 ദിവസത്തിനുള്ളിൽ ആദ്യ അപ്പീൽ സമർപ്പിക്കേണ്ടതാണ്. പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറേക്കാൾ ഉയർന്ന റാങ്ക് ഉദ്യോഗസ്ഥനാണ് അത് വീണ്ടും കൊണ്ടുപോയി കൊടുക്കേണ്ടത്. രണ്ടാം അപ്പീൽ തീർപ്പാക്കേണ്ടത് അപ്പീൽ സ്വീകരിച്ച് 30 ദിവസത്തിനുള്ളിൽ മതിയായ കാരണങ്ങൾ ഉണ്ടെങ്കിൽ 45 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ അപ്പീൽ തീർക്കേണ്ടതാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കുന്നതിന് വേണ്ട സമയപരിധി 90 ദിവസമാണ്. രണ്ടാം അപ്പീൽ സമർപ്പിക്കേണ്ടത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്കോ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്ക് രണ്ടാമതൊരു അപ്പീൽ കൊണ്ടുപോയി കൊടുക്കുക. ആദ്യ അപ്പീല് പബ്ലിക് ഇൻഫർമേഷന് മുകളിലുള്ള ഉയർന്ന റാങ്കുള്ള ആൾക്ക്. പിന്നെയും അപ്പീൽ പോകണമെങ്കിൽ ഇവർക്കേ കൊണ്ടു കൊടുക്കാവൂ. കേന്ദ്ര വിവരാവകാശ കമ്മീഷണർക്കോ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർക്കോ കൊണ്ടു കൊടുക്കാവൂ. ഫൈൻ എങ്ങനെയാണെന്ന്, സമയപരിധിക്കുള്ളിൽ ശരിയായ അല്ലെങ്കിൽ പൂർണ്ണമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥന് പ്രതിദിനം 250 രൂപ വെച്ച് ഫൈൻ കൊടുക്കണം. ഉദ്യോഗസ്ഥൻ ഒരു ഇത്ര ദിവസത്തിനുള്ളിൽ തന്നില്ലെങ്കിൽ ഒരു ദിവസം അനുസരിച്ച് 250 രൂപ ഫൈൻ കൊടുക്കണം. സമയപരിധി ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥൻ അടയ്ക്കേണ്ട പരമാവധി തുക 25,000 രൂപയാണ്. പരമാവധി തുക എത്ര എന്ന് പറയുന്നത്. കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അരുണാചൽ പ്രദേശും. ടെലഫോണിലൂടെ വിവരം അന്വേഷിക്കാനുള്ള സംവിധാനം ആദ്യമായി ഒരുക്കിയ സംസ്ഥാനം ഉത്തർപ്രദേശുകാരുമാണ്. അപ്പം ആദ്യമായി ജാമ്യമില്ലാ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത് അരുണാചൽ പ്രദേശിലും ടെലഫോണിലൂടെ ആദ്യമായി വിവരാവകാശം നൽകിയത് ഉത്തർപ്രദേശുകാരുമാണ്. വിവരാവകാശം സംബന്ധിച്ച കേസുകളിൽ ഇടപെടാൻ അധികാരമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. വിവരാവകാശ നിയമത്തിന്റെ ആത്മാവ് എന്ന് വിളിക്കുന്ന വകുപ്പ് ഏതെന്ന്? ആത്മാവ് എന്ന് വിളിക്കുന്ന വകുപ്പ് 3 വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും വിവരം അറിയാനുള്ള അധികാരം നൽകുന്ന വകുപ്പിനെയാണ് വകുപ്പ് 3 എന്നറിയപ്പെടുന്നത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നോക്കെ. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയിലെ 2005 വിവരാവകാശ നിയമപ്രകാരം വരുന്നതാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ അതേ വർഷം തന്നെ വരുന്നത്. 2005 ഡിസംബർ 19 കൂടി വരുന്നുണ്ട്. അംഗങ്ങൾ അവിടെയും 11 പേര് തന്നെയാണ്. നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാജിക്കത്ത് കൊടുക്കേണ്ടതും ഗവർണർക്കാണ്. നിയമിക്കുന്ന കമ്മിറ്റിയിൽ വെരി ഇമ്പോർട്ടൻറ്റ് ഉറപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫീസർ പരീക്ഷയ്ക്ക് പ്രസിഡന്റ് ഓഫീസർ പരീക്ഷയിൽ വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്ന ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ ആരൊക്കെ? മുഖ്യമന്ത്രി ഉണ്ടാകണം, പ്രതിപക്ഷ നേതാവ് നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാവണം, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന
ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി ഉണ്ടായിരിക്കണം. ആരെയാ? ഇവരെ നിയമിക്കുന്ന ശുപാർശയിൽ 3 പേര്. ആരൊക്കെയാ? മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രി. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാവുന്ന ആദ്യത്തെ വ്യക്തി പാലാട്ട് മോഹൻദാസ്. മറന്നുപോരുത്, ഇന്ത്യയിൽ ആരായിരുന്നു ആദ്യത്തത്? വജാഹത്ത് ഹബീബുള്ള. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ളയായിരുന്നു ആദ്യത്തെ ആള്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? പാലാട്ട് മോഹൻദാസ്. നിലവിലെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി ഹരിനായരാണ്. കേരളത്തിലെ വിവരാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സുതാര്യം വിശ്വസ്തം എന്നതാണ്. വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം. ആപ്തവാക്യം സുതാര്യം വിശ്വസ്തം. 2019 വിവരാവകാശ നിയമപ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ മറ്റ് അംഗങ്ങളുടെയും കാലാവധി നിശ്ചയിക്കുന്നത് കേന്ദ്ര സർക്കാരായിരുന്നു. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ 65 വയസ്സ് പൂർത്തിയാക്കിയതിനു ശേഷം ഉദ്യോഗത്തിൽ തുടരാൻ പാടില്ല എന്ന് പറയുന്നതാണ്. കമ്മീഷണർമാരുടെയും അംഗങ്ങളുടെയും കാലാവധി തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ഇവിടെ സംസ്ഥാന സർക്കാർ എന്ന് കൊടുക്കാം. അതുപോലെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ പുനർനിയമനത്തിന് അർഹരായില്ല. എന്നാൽ സംസ്ഥാനത്തെ ഇൻഫർമേഷൻ കമ്മീഷണർ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കാം. ഇപ്പം മുഖ്യ വിവരാവകാശ കമ്മീഷൻ അംഗത്തിന് വീണ്ടും ഇരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ അംഗങ്ങൾക്ക് എന്തായിട്ട് മാറാം? മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ട് മാറാൻ കഴിയുന്നതാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷണറെ സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി നിയമിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉദ്യോഗ കാലാവധി ഇൻഫർമേഷൻ കമ്മീഷണറായും ആകെ 5 വർഷത്തിൽ കൂടാനും പാടില്ല. രണ്ടും കൂടെ ചേർന്ന് 5 വർഷമേ വരാൻ പറ്റും. മൊത്തം 3 വർഷമല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പം ഇയാൾ മറ്റൊരു ഡ്യൂട്ടി ചെയ്യുകയാണ്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായി മാറുമ്പോഴും ടോട്ടൽ 5 വർഷത്തിൽ കവിയാൻ പാടില്ല എന്നതാണ്. സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ അംഗങ്ങളുടെ ശമ്പളങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷനെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരും താഴെ പറയുന്ന കാര്യങ്ങളുമായി ഉൾപ്പെടാൻ കഴിയില്ല. പാർലമെന്റിലെയോ സംസ്ഥാന നിയമസഭയിലെയോ അംഗമാകരുത്. ആദായകരമായ ഒരു ജോലിയും ചെയ്യരുത്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷി ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതെങ്കിലും ബിസിനസ്സോ തൊഴിലോ ചെയ്യരുത്. ഇത്രയാണ് വിവരാവകാശ കമ്മീഷനിലെ മെയിൻ കാര്യം. മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടൊക്കെ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് സിഗ്മണ്ട് ഫ്രോയിഡ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവാരാ? സിഗ്മണ്ട് ഫ്രോയിഡ്. ഇദ്ദേഹത്തിന്റെ കൃതി ഉറപ്പ്, പരീക്ഷയ്ക്ക് ഉറപ്പ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൃതിയാണ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആരുടെ കൃതിയാണ്? സിഗ്മണ്ട് ഫ്രോയിഡിനെയാണ്. അപ്പോൾ ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവെന്നും മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് വിളിക്കുന്നത് ആരെയാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം എന്തെന്ന് ചോദിച്ചാൽ വ്യക്തിയുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ഉയർത്തുന്ന പരസ്പര വർധനവും സംഘട്ടനങ്ങളുമാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം എന്ന് പറയുന്നത്. മനുഷ്യ മനസ്സിലെ ഏറ്റവും വലിയ തലം എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ച തലം അബോധ തലമാണ്. അപബോധ മനസ്സ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതായത് മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് അബോധ മനസ്സാണ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഓർത്തു വെച്ചിരിക്കണേ. അപ്പം മനുഷ്യ മനസ്സിനെ ഏറ്റവും വലിയ തലം എന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് വിശേഷിപ്പിച്ച തലം ഏതാണ്? അബോധ തലം. പരീക്ഷയ്ക്ക് ചോദിച്ചതാണത്. മനുഷ്യ മസ്തിഷ്കം പൂർണ്ണ വളർച്ച കൈവരിക്കുന്നത് 6 വയസ്സാവുമ്പോഴാണ്. വ്യക്തിഗത മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് എടുത്തു ചോദിച്ചാൽ ആൽഫ്രഡ് അഡ്ലറാണ്. വ്യക്തിഗത മനഃശാസ്ത്രത്തിന്റെ പിതാവെന്ന് എടുത്തു ചോദിച്ചാൽ ആൽഫ്രഡ് അഡ്ലറാണ്. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡൻ ആണ്. ബഹുമുഖ, ഇതും ചോദിച്ചു പരീക്ഷയ്ക്ക് 2-3 പ്രസന്റ് ഓഫീസർ പരീക്ഷയ്ക്ക് ചോദിച്ചതാ. ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ഹോംവാർഡ് ഗാർഡനർ. ജ്ഞാന നിർമ്മിതിവാദി എന്നാണ് ഇദ്ദേഹത്തിന് ഒരു വിശേഷണം. ജ്ഞാന നിർമ്മിതിവാദി എന്നറിയപ്പെടുന്നതും ഹോംവാർഡ് ഗാർഡനർ ആണ്. ഓർത്തു വെച്ചിരിക്കണേ. അടുത്തത്, ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നും അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനുള്ള ശേഷിയോ എന്ന് അഭിപ്രായപ്പെട്ടതും ഈ ഹോംവാർഡ് ഗാർഡനർ. ഈ വാചകം ചോദിച്ചിട്ടുണ്ട്. ബുദ്ധി എന്നത് പ്രശ്നങ്ങൾ നിർദ്ധാരണം ചെയ്യാനോ ഒന്നോ അതിലധികമോ സാംസ്കാരിക സാഹചര്യത്തിൽ വിലമതിക്കപ്പെടുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിനുള്ള ശേഷിയോ എന്ന് അഭിപ്രായപ്പെട്ടതും ഹോംവാർഡ് ഗാർഡനർ ആണ്. ഹോംവാർഡ് ഗാർഡനറുടെ കൃതികൾ പഠിച്ചു വെച്ചേരെ. ഫ്രെയിംസ് ഓഫ് മൈൻഡ്, മനസ്സിന്റെ ചട്ടക്കൂടുകൾ. ഇന്റലിജൻസ് റീഫ്രൈംഡ്, ബുദ്ധിശക്തി പരിശോധിക്കുന്നു. ഇത് ഇത്രയും അദ്ദേഹത്തിന്റെ കൃതികളാണ്. ഇത് 2 ചോദിക്കാം. ഹോംവാർഡ് ഗാർഡനറുടെ 2 കൃതികൾ, മനസ്സിന്റെ ചട്ടക്കൂടുകൾ, ബുദ്ധിശക്തി പരിശോധിക്കുന്നു.
ഇത് രണ്ടും അദ്ദേഹത്തിന്റെ കൃതിയാണ്. ശ്രേണി സിദ്ധാന്തം ആരുടെ? മനഃശാസ്ത്രത്തിലെ ഇമ്പോർട്ടൻറ്റ്, ഇതൊരു 3-4 പരീക്ഷയുടെ പ്രസന്റ് ഓഫീസറിൽ ഞാൻ കണ്ട ക്വസ്റ്റ്യൻ ആണ്. ശ്രേണി സിദ്ധാന്തം അബ്രഹാം മാസ്ലോ. ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്ക് ഒന്ന് ക്രമീകരിക്കാം. ഇതും ചോദിച്ചിട്ടുണ്ട്. ഈ തലം, ആദ്യ തലം ഏത്, അവസാന തലം. അപ്പൊ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്കുള്ള ക്രമീകരണം. ഒന്ന് ശാരീരികം, പിന്നെ സുരക്ഷിതത്വം, സ്നേഹസംബന്ധം, ആദരം, ആത്മയാഥാർത്ഥ്യവൽക്കരണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആത്മയാഥാർത്ഥ്യവൽക്കരണം വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏറ്റവും അവസാനത്തെ ശ്രേണിയാണ്. താഴ്ന്ന തലത്തിൽ നിന്നും ഏറ്റവും ഉയർന്ന തലമേത ആത്മയാഥാർത്ഥ്യവൽക്കരണമാണ്. ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവിനനുസരിച്ച് എത്തിച്ചേരാവുന്ന ഉയർന്ന തലത്തിന്റെ പേരെന്താ? ആത്മയാഥാർത്ഥ്യവൽക്കരണം. ഉറപ്പായിട്ട് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ. അബ്രഹാം മാസ്ലോ അവതരിപ്പിച്ച ആവശ്യങ്ങളെക്കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യമാണ് ആത്മസാക്ഷാത്കാര ആവശ്യം. അബ്രഹാം മാസ്ലോയുടെയാണ്, ഓർത്തു വെച്ചിരിക്കുക. മനഃശാസ്ത്രത്തിന്റെ ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം നടത്തിയത് ജോൺ വി വാട്സൺ ആണ്. അപ്പൊ മനഃശാസ്ത്രത്തിൽ ലിറ്റിൽ ആൽബർട്ട് പരീക്ഷണം നടത്തിയ വ്യക്തിയാര? ജോൺ വി വാട്സൺ. മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം എന്ന് വിളിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടിനെയാണ്. മാനസികമായും ആശ്വാസവും മെച്ചപ്പെട്ട ഏകാഗ്രതയും മാനസിക സമ്മർദ്ദം ഇല്ലാത്ത അവസ്ഥയുടെ ലക്ഷണങ്ങളാണ്. ഉത്കണ്ഠയുടെ ശാരീരിക ലക്ഷണം വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. ശാരീരിക ലക്ഷണം എപ്പോഴും വർദ്ധിച്ച ഹൃദയമിടിപ്പാണ്. ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ വിഷാദഭാവം, അസ്വസ്ഥത, മനോനിലയിൽ ചാഞ്ചാട്ടം, ക്ഷിപ്രകോപം, മറ്റുള്ളവരുടെ വാക്കുകളോ പ്രവർത്തികളോ ഉള്ള സാധാരണ പ്രതികരണം, സാധാരണമായ വാക്കുകളുടെ പ്രവർത്തികളോടുള്ള അസാധാരണമായ പ്രതികരണം, ഉറക്കമില്ലായ്മ, ഇതൊക്കെയാണ് ഉത്കണ്ഠയുടെ പ്രകടിത രൂപങ്ങൾ. വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതുമായ അരോചകവുമായ ഭയത്തെ ഉത്കണ്ഠ എന്ന് വിളിക്കുന്നു. ഇതൊക്കെ ചോദിച്ചതാണ്. ഉത്കണ്ഠ ലക്ഷ്യം നേടിയെടുക്കുന്നതിൽ തടസ്സം നേരിടേണ്ടി വരുമ്പോൾ ഇച്ഛാഭംഗം ഉണ്ടാകുന്നു. ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതൽ ഉള്ളത് ശില്പികൾക്കാണ്. എപ്പോഴും ദൃശ്യ സ്ഥലകാല ബുദ്ധി കൂടുതൽ ഉള്ളത് എപ്പോഴും ആർക്കാണ്? ശില്പികൾക്കാണ്. ആന്തരിക അഭിപ്രേരണയുടെ അടിസ്ഥാനം, ഇതും 2-3 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ വന്നു. നൈസർഗിക വാസന, ആന്തരിക അഭിപ്രേരണ. ഒരു വ്യക്തിയിൽ സ്വാഭാവികമായുള്ള ആകാംക്ഷയും പ്രേരണയും ആശ്രയിച്ചിരിക്കുന്ന അഭിപ്രായമാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത്. ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടി അല്ലാതെയോ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എല്ലാം ഏത് തരം അഭിപ്രേരണയ്ക്ക് ഉദാഹരണം എന്ന് ചോദിച്ചാൽ ആന്തരിക അഭിപ്രേരണ. എന്താ? ബാഹ്യമായ ബഹുമതികൾക്ക് വേണ്ടിയോ അല്ലാതെയോ വ്യക്തിപരമായ താല്പര്യം കൊണ്ട് ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം ഏത് തരം അഭിപ്രേരണ? ആന്തരിക അഭിപ്രേരണയാണ്. സാമൂഹ്യ ശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് അഗസ്റ്റസ് കോംതെ. സാമൂഹ്യ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അതിന്റെ പിതാവ് അഗസ്റ്റസ് കോംതെ. മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം ആരുടെ കൃതിയാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡിന്റെ കൃതിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഇതൊക്കെ വരുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് എഴുതുന്നത്. നിങ്ങൾക്കും അവസാന നിമിഷം ഒന്ന് റിവിഷൻ ആവുമല്ലോ. ഓക്കെ, ഇനി GK സെക്ഷനുമായിട്ട് ഞാൻ പാർട്ട് 2-ൽ വരാം. ഒരുവിധം ഭരണഘടനയും സുപ്രധാന നിയമങ്ങളും ഒക്കെ. ഇത് 4 സെക്ഷൻ അല്ലേ? ജയിൽ വകുപ്പിന്റെ പ്രധാനപ്പെട്ടത്, പിന്നെ വിവരാവകാശം, മനുഷ്യാവകാശ കമ്മീഷൻ, പിന്നെ നമ്മൾ മനഃശാസ്ത്രവുമായി ഒരു കൊച്ചു ചോദ്യങ്ങൾ. ഓക്കെ, അപ്പം തീർച്ചയായിട്ടും പ്രയോജനപ്പെടും എന്ന് വിശ്വസിക്കുന്നു. ഇതിൽ നിന്ന് ഒരു 10 ചോദ്യങ്ങളെങ്കിലും ഉറപ്പായിട്ട് വരുമെന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇപ്പം 20 മാർക്കിനാണ് ഉള്ളത്, എന്നാലും 10 എണ്ണമെങ്കിലും വരണേന്ന്, 20 വരണേന്ന് തന്നെ, എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അധ്യാപകർ പഠിപ്പിച്ച നോട്ടുകളാണ് കൂടുതൽ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. നല്ല രീതിയിൽ പോയിരുന്നു അങ്ങ് പഠിക്കുക. നല്ലൊരു സെക്ഷനുമായിട്ട് പാർട്ട് 2 പരീക്ഷയ്ക്ക് മുമ്പ് തന്നെ റിവിഷൻ നിങ്ങൾ പഠിച്ചു തീർത്തിട്ട് എൻ്റെ ഒരു റിവിഷൻ സെക്ഷനുമായിട്ട് വീണ്ടും വരും. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും മെസ്സേജ് ഇടുക. നിങ്ങളുടെ ഒരു മെസ്സേജ് ഒക്കെ ഇടുമ്പോഴാണ് നമുക്കത് സന്തോഷം എന്ന് പറയുന്നത്, പ്രയോജനപ്പെടുമല്ലോ. ഇന്ന് ഞാൻ ഒത്തിരി റിവിഷൻ പറഞ്ഞില്ല, ആദ്യത്തെ കുറച്ച് കഴിഞ്ഞ് അങ്ങ് തുടങ്ങി. കാരണം ഒത്തിരി പറയാനുണ്ട്, ഇത് തീരത്തില്ല എന്ന് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. അടുത്ത ക്ലാസ്സിൽ പൂർണ്ണമായും എല്ലാ സബ്ജക്റ്റ് ബേസ് വെച്ച് നല്ലൊരു റിവിഷനുമായിട്ട് അടുത്ത ആഴ്ച തന്നെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.